ഉള്ളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്ന ഒരു കാലം. നോഹയുടെ കാലത്ത് ദൈവ ഭൂമിയെ ശപിക്കാനുണ്ടായ ദൈവത്തിന് ഹൃദയം പോലും ദുഃഖിച്ചൊരു കാലഘട്ടം ഏതാണെന്നറിയാമോ? ഹൃദയ നിരൂപണം ദോഷമുള്ളതെന്ന് കണ്ടു. അതുകൊണ്ട് സത്യമായും കുമ്പസാരിക്കേണ്ട കാലമാണ്. പുറമേ നമുക്ക് നല്ലവരാണ്, ഭക്തരാണ്, നല്ല വസ്ത്രമുണ്ട്, നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. മനുഷ്യന്റെ മുഴുവൻ തിന്മയുടെ അടിസ്ഥാനവും നന്മയുടെ അടിസ്ഥാനവും നമ്മുടെ ഹൃദയമാണ്. ഹൃദയത്തിന്റെ ചിന്തകളെ അതറിയാൻ പറ്റുന്ന, സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു യന്ത്രം ദൈവവചനവും ദൈവത്തിന്റെ മുമ്പിലുമാണ്, കുമ്പസാരമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിഞ്ഞുകൂടാ, ഭർത്താവിന് ഭാര്യ അറിഞ്ഞുകൂടാ, മക്കൾക്ക് അപ്പനെ അറിഞ്ഞുകൂടാ, അപ്പന് മക്കളെ അറിഞ്ഞുകൂടാ. പക്ഷേ ഒരാൾ നിന്റെ ഒരു മുടി പോലും കൊഴിയുന്നത് ആരറിയും? ദൈവം അറിയും. അതുകൊണ്ട് ഹൃദയ നിരൂപണം ദോഷമുള്ളതാണെന്ന് കണ്ട് ദൈവം പോലും ദുഃഖിച്ചു. അതുകൊണ്ട് ഈ കുമ്പസാരകാലം ഹൃദയത്തിലെ ചിന്തകളെ ദൈവസന്നിധിയിൽ പകർന്ന് ഏറ്റുപറയാനുള്ള അവസരം കൂടിയാണ്. മൂന്നാമതായിട്ട് അവിടെ പറയുന്നത്, ജനിച്ചവരെല്ലാം വീരന്മാരാണ്, കീർത്തികെട്ട പുരുഷന്മാരാണ്. മൂന്നാമത്തെ കാലം അതിക്രമത്തിന്റെ ജീവിതശൈലിയുള്ള ഒരു കാലമായിരുന്നു. മുഴുവൻ അതിക്രമമായിരുന്നു അവിടെ നടന്നത് മുഴുവൻ. നമ്മുടെ ഈ കാലഘട്ടം നോക്കി, ഇന്നലെയൊക്കെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കി അല്ലെ, സ്കൂട്ടറെ പോയാളെ വിളിച്ചിറക്കി കത്തിച്ചു. വേറെ രണ്ടെണ്ണത്തിനെ ഒരുമിച്ച് കാമുകനും വേറെ ഒരു ഇങ്ങനെ പോയി അവിടെ പെരയ്ക്കകത്ത് കത്തി. ലോകത്തിൽ കാണുന്ന മുഴുവൻ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ കാണുന്ന മുഴുവൻ എന്തുവാ? മനുഷ്യ മാംസങ്ങൾ കത്തിക്കുന്നതും വെട്ടിക്കൊല്ലുന്നതുമാണ് അല്ലെ. തലക്കടിച്ചു കൊന്നു, കള്ളു കുടിക്കാൻ പൈസ കൊടുക്കാഞ്ഞിട്ട് അമ്മയെ കൊന്നു. ഞങ്ങളുടെ അടുത്ത് എത്രയോ പ്രതിസന്ധികൾ അത് ആത്മീക ജീവിതത്തിൽ പോലും, പള്ളികളിലും പോലും ഉണ്ട്, കമ്മിറ്റികളിലും പള്ളികളിലും വീടുകളിലും അടുക്കളകളിലും എല്ലാം എവിടെയും ഒരു വാക്ക് പറഞ്ഞ് രണ്ടാമത്തിന് അതിക്രമം. കഴിഞ്ഞ ദിവസം കുറെ നേതാക്കന്മാർ, കുട്ടി നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് 15 പേര് ചേർന്നാണ് ഒരു ചെറുപ്പക്കാരനെ വെറ്റിനറി ഹോസ്പിറ്റൽ അവിടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അതിദാരുണമായി കൊലപ്പെടുത്തി. എവിടെയും ആത്മീക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും എല്ലായിടത്തും അതിക്രമത്തിന്റെ ജീവിതശൈലി. ഇതേ കാലമായിരുന്നു ആരുടെ കാലം? നോഹയുടെ കാലം. നാലാമതായി ഇവിടെ കാണുന്നത് അവിശുദ്ധമായ ബന്ധങ്ങളുള്ള കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബോധിച്ചതുപോലെ ജീവിച്ചൊരു കാലം, മനുഷ്യന് തോന്നിയ പോലെ ജീവിച്ചൊരു കാലം. അത് എഴുതി വച്ചിരിക്കുക, ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ബന്ധത്തിലേർപ്പെട്ടു, അവരവർക്ക് ബോധിച്ചതുപോലെയൊക്കെ ജീവിച്ചു അല്ലെ. നമ്മുടെ ഈ കാലത്തിന്റെ പ്രത്യേകത അതാ, ബോധിച്ചതുപോലെ ജീവിക്കുന്ന കാലം. സ്കൂളിൽ പണ്ട് 10-12 അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ അടി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരും അടിക്കാൻ പറ്റുമോ ടീച്ചർമാർക്ക്? ഇല്ല. കാരണം ടീച്ചറിനെ പ്രേമിക്കുന്ന പിള്ളേരാ. 10 പഠിക്കുന്നവൻ 38 വയസ്സുള്ള ടീച്ചറിനെ പ്രേമിക്കുന്നത് അല്ലേ. കാരണം പ്രേമ സിനിമയൊക്കെ കണ്ടതിന്റെ പശ്ചാത്തലമാണ്. അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിൽ അടിക്കാൻ പറ്റുമോ? ഇല്ല. പരിശുദ്ധ ആത്മകായിൽ ഇന്നലെ ഒരു പള്ളി ചെന്നപ്പം അച്ഛൻ അച്ഛൻ പറയുകയാ, ഞാനൊന്ന് വഴക്ക് പറഞ്ഞു, പിന്നെ അവൻ ആ ശുശ്രൂഷ കുപ്പായം കത്തിച്ചിട്ട് പോയത്. എടാ, നിന്റെ ഭ്രാന്തന്മാർ കൂട്ടിരിക്കുന്ന മുടി വെട്ടിക്കൊണ്ട് വരണം മദ്ബായി കയറുന്നവൻ അച്ഛൻ പറഞ്ഞതാണ്. ഉടനെ ഈ ചെറുക്കൻ അവൻ പിന്നെ തൊട്ട് മദ്ബായിലും കയറിയില്ല, അവന്റെ ശുശ്രൂഷ കുപ്പായം അവൻ കത്തിച്ചു കളഞ്ഞു. ഒരു റിട്ടയർ ചെയ്ത അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം പറഞ്ഞതാണ്. എങ്ങും ആരോടും അല്ലെ, ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. വീട്ടിലെ ഭക്ഷണക്രമം പോലും ആരോട് ചോദിച്ചിട്ടാ? തലേദിവസം രാത്രി ചോദിക്കും, മോന് നാളെ പുട്ടാണോ വേണ്ടത്? അമ്മ വിടുന്ന പാട്. ഭർത്താവിന് ഷുഗർ ആയതുകൊണ്ട് ചപ്പാത്തി, അല്ലെങ്കിൽ പിന്നെ മറ്റേ വേറെ എന്തെങ്കിലും. കൊച്ചിന് ഇടിയപ്പം, ചെറുക്കന് ദോശ, വല്യമ്മച്ചിക്ക് വയ്യാത്തോണ്ട് ഇഡലി. അമ്മ രാവിലെ 5-6 സാരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അല്ലേ. അവനോന് ബോധിച്ചതുപോലെ, കാരണം നിയമവും ഉണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ ആരുടെ കൂടെ പോകാൻ ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ഈ പിള്ളേരെയൊക്കെ പെൺപിള്ളേരെയൊക്കെ കെട്ടിച്ച് അവർ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഗർഭിണിയാവും. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഛർദിക്കും അല്ലേ. ഛർദിക്കുമ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഇവര് കഴിക്കും അല്ലേ. കാരണം എന്താ? ഉള്ളിൽ കിടക്കുന്ന ആ കുഞ്ഞിന് ജീവൻ കിട്ടാൻ വേണ്ടി അല്ലേ, അങ്ങനെ കഴിക്കും. 6 മാസം കുറച്ചുകൂടെ വയറൊക്കെ വെച്ച് വരുമ്പം, ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. 6 മാസം ഇച്ചിരി വയറൊക്കെ വെച്ച് വരുമ്പം ഈ ഭർത്താവ് അപ്പുറത്ത് തിരിഞ്ഞും മറിഞ്ഞും കമന്നും ഒക്കെ കിടക്കുമ്പം ഈ വയറുള്ളതുകൊണ്ട് ഈ പെങ്കൊച്ചിന് ഗർഭിണിയായൊക്കെ ചരിഞ്ഞ് മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 7 ഒക്കെ കയറുമ്പം ചില മാമൂലൊക്കെ കാരണം പിന്നെ പള്ളിയിൽ കയറാൻ പറ്റത്തില്ല, തീർന്നു. 9 മാസം 9 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് പിന്നീട് എന്താകും? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയിലാണ് അമ്മ പ്രസവിക്കുന്നത്. പ്രസവിച്ചിട്ട കാലം മുതൽ പിന്നീട് അങ്ങോട്ട്
പകലെല്ലാം കൊച്ചു കിടന്ന് ഉറങ്ങും സുന്ദരമായിട്ട്. രാത്രിയാകുമ്പം അമ്മ പകലത്തെ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഉറങ്ങാൻ വരുമ്പോൾ കൊച്ചിണ്ണിക്കും, അല്ലയോ? കൊച്ചിന് പനിയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഉറക്കമില്ല. അങ്ങനെ പിന്നെ മാമോദീസൊക്കെ കഴിയുന്നിടം വരെ പള്ളിയിലും കയറാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഈ ഒരു 7, 8, 10 വയസ്സ് വരെ സ്കൂൾ ബസ് രാവിലെ 7:30 പോയി വൈകിട്ട് 4 വരുന്ന കൊച്ചിന് 4, 5 കഴിഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ ആദിയാണ്, അല്ലേ? 8, 10 വയസ്സ് വരെ അമ്മയുടെ സുഖം, അമ്മയുടെ സന്തോഷം, അമ്മയുടെ സൗന്ദര്യം. അമ്മ എത്രയോ ത്യാഗം ചെയ്തിട്ടാ ഒരു 8, 10 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നു. അപ്പൻ എത്രയോ സ്ഥലങ്ങളിൽ, അല്ലേ? ഈ റോഡ് സൈഡിലെല്ലാം പോകുമ്പോൾ കാണാം ഒരു വണ്ടി കൊണ്ടിട്ടിട്ട് ബിരിയാണി 80 രൂപ, ചോറ് 60 രൂപയ്ക്കൊക്കെ പറഞ്ഞ് രാവിലെ മുതൽ ഉച്ചവരെയും 2-3 മണി വരെ ഇങ്ങനെ കവർ വീശിക്കൊണ്ടിരിക്കുന്ന അപ്പന്മാരെ കാണാം പൊരി വെയിലത്ത്. ഞാൻ ഈ അടുത്ത സമയത്ത് വിദേശത്തൊരു പള്ളി ചെന്നപ്പം, ബുധനാഴ്ചയാണ്, ഈ തൊട്ടടുത്ത് കൊട്ടാരക്കരയുള്ള ഒരു ഓർത്തഡോക്സുകാരനാണ്. താഴെ ആണ് അച്ഛന്മാരുടെ മുറിയല്ല, മേളിലാണ് പള്ളി. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട് ഇപ്പുറത്തെ റൂമിൽ കയറി, വാഷ്റൂമിൽ കയറി മുഖവും കാലും കയ്യെല്ലാം കഴുകിയിട്ട് മേളിൽ പ്രാർത്ഥിക്കാൻ പോയി. എന്നിട്ട് അച്ഛൻ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു. കൊട്ടാരക്കരയ്ക്ക് അടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ ചോദിച്ചാൽ എങ്ങനെയാ വന്നത്? അച്ഛൻ ബസ്സിനാണ് വന്നത്. ഞാൻ ചോദിച്ചാൽ ഇന്ന് ഈ ബുധനാഴ്ച എന്താ ഇപ്പോൾ എന്താ നട്ടുച്ചയ്ക്ക് എന്തിനാ ഈ പൊരി വെയിലത്ത് പള്ളി വന്നത്? ഇവിടുത്തെ ഇപ്പോഴത്തെ വെയിൽ കൊള്ളാൻ വയ്യ, അല്ലേ? പക്ഷേ ഇതിൻ്റെ 100 ഇരട്ടി ഉള്ള വെയിലാണ് അവിടെ. അന്നേരം പറഞ്ഞ അച്ചോ ഇന്ന് ബുധനാഴ്ചയല്ലേ, എനിക്ക് ഉപവാസമാണ്. എന്നോട് പറഞ്ഞ അച്ചോ, ഞാൻ വീട്ടിലൊക്കെ പോകാറുണ്ടോ? 2-3 വർഷമായി ഞാൻ നാട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ് പോയതാണ്. അച്ഛാ പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല, കമ്പനി ജോലിയില്ല, പോയാൽ പിന്നെ നീ പൊക്കോളാനാ പറഞ്ഞത്. പോയി കഴിഞ്ഞാൽ പിന്നെ പകുതി ശമ്പളം കിട്ടുന്നുള്ളൂ, തിരിച്ചു വന്നാൽ നിനക്ക് വേണേ വന്നാൽ മതി. എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എത്ര രൂപ ശമ്പളമുണ്ട്? നാട്ടിലെ 27,000 രൂപ ശമ്പളം, 12 മണിക്കൂർ ജോലി. നമ്മൾ ആലോചിച്ച് നോക്കിയേ. ആ മനുഷ്യന് പെരുന്നാളില്ല, ഉറ്റവരുടെ ശവോടക്കില്ല, മാമോദീസയില്ല, കല്യാണമില്ല, ഓരാഘോഷങ്ങളുമില്ല. പക്ഷേ വരുന്നതിന് തലേദിവസം റൂംമേറ്റിന്റെ ഇച്ചിരി പൈസ വാങ്ങിച്ച് ലുലു പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അല്ലെ, വാരി ഒരു പെട്ടിക്കകത്ത് കൊണ്ടുവരിക നാട്ടിൽ ഒരു മാസത്തേക്ക്. പക്ഷേ മക്കള് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പാസ്സാകുമ്പം 75,000-ന്റെ 1,00,000-ന്റെ 50,000-ന്റെ ഫോണും 2,60,000-ന്റെ ബൈക്കും എൻഫീൽഡും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. കാരണം ഞാൻ അനുഭവിച്ച കഷ്ടത എന്റെ തലമുറ അറിയുവാനിടയാകരുത്. അങ്ങനെയൊക്കെ ഈ പൊരി വെയിലത്ത് ഒരു കഷ്ടതയും അറിയിക്കാതെ വളർത്തിക്കൊണ്ടുവന്നിട്ട് 18 വയസ്സ് തികയുമ്പോ ഇന്നലെ കണ്ടവന്റെ പിന്നാലെ 2-3 മാസം മുമ്പ് ചീറ്റ് ചെയ്തവന്റെ പിന്നാലെ പോയിട്ട് അപ്പനും അമ്മയും നിർത്തി പോലീസ് സ്റ്റേഷൻ നിർത്തി. പോലീസുകാരൻ പറയും, എടി മോളെ നിന്റെ അപ്പനും അമ്മയില്ലയോ, നീ അവരോടെ പോ. ഒരു പെണ്ണ് പറഞ്ഞതാ, എനിക്ക് എന്റെ അമ്മയോടെ പോകണ്ട, എനിക്ക് അമ്മയെ പേടിയാണ്. 2 മാസം മുമ്പ് കണ്ട നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പം പോകുന്നത്, ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ഒന്നും തോന്നരുതേ, നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പം പോകുന്നത് ഒരു കോലമുള്ളവന്റെ കൂടെ ഒന്നും അല്ല പോകുന്നത്, അല്ലേ? മുടിയെല്ലാം കൂടെ മേപ്പോട്ട് വെച്ച് 3-4 കമ്മല് വിട്ട് അവിടെ ഇവിടെ എല്ലാം പാൻറ്റും കീറി ഒരുമാതിരി 16 കീറിയിട്ട പ്രാന്തന്മാരുടെ കൂട്ട് കുറെ എണ്ണത്തിനെയാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പം താല്പര്യം. ഇതിന്റെ പുറകിലാണ് നിൽക്കുന്നത്. അമ്മ ചോദിച്ചു പറഞ്ഞ, അമ്മേ എനിക്കാണെങ്കിൽ അമ്മയെ പേടിയാണ്. ഓർത്ത് നോക്കി, 18 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ, ഞാൻ അതിനാ പറഞ്ഞത് 10 വയസ്സ് വരെ എത്ര കഷ്ടപ്പെട്ട ഒരു അമ്മ വളർത്തുന്നത്. ഒരപ്പൻ 27,000 രൂപ ശമ്പളത്തിന് 3 വർഷം 4 വർഷമായി നാട്ടിൽ പോയിട്ട് മക്കളെ കണ്ടിട്ട് ഭാര്യയെ കണ്ടിട്ട് അദ്ദേഹത്തിന് 12 മണിക്കൂർ ജോലി, പൊരിവെയിലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ബുധനാഴ്ച ഉപവസിക്കുകയാണ്. ആ മനുഷ്യൻ ഉപവസിച്ചും കഷ്ടപ്പെട്ട്, എനിക്ക് തോന്നുന്നു ബുധനാഴ്ച ഉപവസിച്ചാൽ വെള്ളിയാഴ്ച ഉപവസിച്ചാൽ ഒരുപക്ഷെ ആ നേരത്തെ ഭക്ഷണത്തിന്റെ കാശ് കൂടി എന്റെ കുഞ്ഞുങ്ങൾക്കാവുന്ന കരുതിയാണ് ആ അപ്പനും അമ്മയൊക്കെ ഉപവസിക്കുന്നത്, പ്രിയമുള്ളവരെ. പക്ഷെ നമ്മള് പുതിയ തലമുറ സമൃദ്ധിയുടെ പാരമ്യത്തിൽ മാതാപിതാക്കളെ മറന്നുപോകുകയാണ്. അതുകൊണ്ട് ഞാനൊരു വാക്യം പറയും. ഇത് പറഞ്ഞപ്പോ എന്നെ ട്രോളി ആൾക്കാരൊക്കെ ഉണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പന്റെ അനുഗ്രഹമോ തലമുറകളെ ഉയരത്തിൽ നിർത്തും, അമ്മയുടെ ശാപമോ തലമുറകളെ വേരോടെ പറിച്ചു കളയും. ബോധിച്ച പോലെ ജീവിക്കാനുള്ളതല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്. അവൻ ദൈവനീതമായ ഒരു പരിധിക്കുള്ളിൽ ജീവിക്കാനുള്ളവനാണ്. തോന്നിയതുപോലെ ജീവിക്കാനും തോന്നിയതുപോലെ ജീവിതത്തിന്റെ ശൈലികളെ രൂപപ്പെടുത്താനുള്ളതുമല്ല. സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയതുപോലെ എവിടെയും സഞ്ചരിക്കാം, ഏത് ക്രമങ്ങളെ തച്ചുടച്ചുകൊണ്ട്, ഏത് പാരമ്പര്യങ്ങളെ മറന്നുകൊണ്ട്, ഏത് കുടുംബത്തിന്റെ മഹിമയെ മറന്നുകൊണ്ട് ജീവിക്കാനുള്ളതല്ല എന്ന് തിരുവചനോട് ഓർപ്പിക്കുകയാണ്. 4-മത്തെ, ആ കാലം ശപിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം
അവിശുദ്ധമായ ബന്ധങ്ങൾ ബോധിച്ചതുപോലെ ജീവിച്ചു. ഇങ്ങനെ ധാർമ്മികമായി അധപ്പതിച്ച, ഹൃദയനിരൂപണ ദോഷമുള്ള, അതിക്രമത്തിന്റെ ജീവിത ശൈലിയുള്ള, അവിശുദ്ധമായ ബന്ധങ്ങളുള്ള കാലമായിരുന്നു നോഹയുടെ കാലം. അതുകൊണ്ടാണ് നല്ലതെന്ന് ദൈവം പറഞ്ഞ് അനുഗ്രഹിച്ച ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയായി രൂപാന്തരപ്പെട്ടത്. ആ ശാപം പേറിയ ഭൂമിയിലാണ് ലാമേക്ക് എന്ന് പറയുന്ന മനുഷ്യൻ, ഒരു മകനുണ്ടാകുമ്പോൾ പറയുന്ന വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും രണ്ട് കാര്യം കൂടിയുണ്ട്. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ കൈകളുടെ പ്രയത്ന ഫലവും ആരെ സ്വാധീനിക്കും എന്നാ പറഞ്ഞു വെക്കുന്നത്? നമ്മുടെ തലമുറയെ സ്വാധീനിക്കും, നമ്മുടെ പ്രവൃത്തി, അല്ലേ? അതുകൊണ്ടാണ് മരണാനന്തര ശുശ്രൂഷ നടത്തുമ്പോൾ ക്രമത്തിൽ കൊണ്ട് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും ദൈവം, അല്ലെ? എല്ലാ പ്രവർത്തികൾക്കും എല്ലാ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കും പ്രതിഫലമുണ്ട് പ്രിയമുള്ളവരെ. സഭാപ്രസംഗി പറഞ്ഞു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ അത് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. നീ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതിഫലം നിന്റെ ശിരസിന്റെ മേൽ പതിക്കാനുള്ളതാണ്, അത് ജീവിതം കൊത്തിവെക്കാനുള്ളതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എന്നാണ് യെരമ്യാ പ്രവാചകൻ പറഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ വായിക്കും പ്രമേയനിലുണ്ട്, അപ്പൻ മുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ലു പൊളിക്കുമോ? അപ്പൊ നമ്മുടെ പ്രവൃത്തിയുടെ ബലം തലമുറയെ സ്വാധീനിക്കും. രണ്ട് എഴുതി വെച്ചിരിക്കുക, നമ്മുടെ കൈകളുടെ അധ്വാന ഫലം, അല്ലെ? കൈകളുടെ അധ്വാന ബലം തലമുറയെ സ്വാധീനിക്കും. അപ്പനെ അമ്മയൊക്കെ മറന്ന് വളർത്തി വലുതാക്കിയവരൊക്കെ മറന്ന് വാരിക്കൂട്ടി വെട്ടിപ്പിടിച്ച് ആരോടും ബന്ധമില്ലാതെ കൂട്ടി വെക്കുന്നതൊക്കെ തലമുറയ്ക്ക് ഉതകുവാൻ ഇടയാകണം. നേരെ അല്ലാത്ത മാർഗത്തിൽ കൂടി സമ്പാദിക്കുന്നത്, നേരെ അല്ലാത്ത ജീവിതശൈലിയിൽ കൂടി സമ്പാദിക്കുന്നതൊന്നും തലമുറയ്ക്ക് ഉതകത്തില്ലെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവന് നോഹ എന്ന് പേരിട്ടു. എന്താകാൻ തക്കവണ്ണമാ? മാതാപിതാക്കൾ പറഞ്ഞ അവന് ആശ്വാസമാകുവാൻ തക്കവണ്ണം. എന്നാൽ അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നമ്മൾ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാലഘട്ടം സാമൂഹികവും സാംസ്കാരികവും ആത്മീകമായി അടിത്തറ ഇളകിപ്പോയൊരു കാലഘട്ടത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 3 കാരണങ്ങളാണ്. ഒന്നാമതായി, അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചവനായിരുന്നു നോഹ. അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. ഈ ആത്മാവബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്താ വെച്ചാൽ ബോധം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ബോധവും ഇല്ല, നമ്മളൊന്നും ഇരിക്കുന്നില്ല. എന്തോ ആത്മാവബോധം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ആരാണെന്നുള്ള ബോധ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയ കാലഘട്ടത്തിൽ, ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ കഴിയാത്ത കാലഘട്ടത്തിൽ നോഹ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. കാരണം വേദപുസ്തകത്തിൽ ഒന്നാമതായി ദൈവം നീതിമാൻ എന്ന് വിളിച്ച വ്യക്തി ആരാ? നോഹയാണ്. പഴയ നിയമ വേദപുസ്തകത്തിൽ ആദ്യമായി നീതിമാൻ എന്ന് വിളിച്ചു. 2 കാര്യം, അവൻ നീതിമാനും തലമുറയിൽ നിഷ്കളങ്കനുമാണ്, അല്ലേ? അതുകൊണ്ട് പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്, ഇന്നസെൻസ് ഈസ് ഇഗ്നറൻസ്. നിഷ്കളങ്കതയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഞാൻ സത്യമായൊരു കാര്യം പറയാം, പണ്ടത്തെ പോലെയല്ല. ഈ നമ്മുടെ പുതിയ തലമുറ കുഞ്ഞുങ്ങളെല്ലാം നിഷ്കളങ്കരാ. അവർക്ക് ഈ കപടത എന്ന് പറഞ്ഞോളൂ, അവരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവർ സംസാരിക്കും. പക്ഷെ അവരുടെ ഈ നിഷ്കളങ്കതയാണ് മറ്റ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മറ്റുള്ളവരെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ നിഷ്കളങ്കരാണ് പെട്ടെന്ന് വീണു പോകുന്നത്. അതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കളിൽ ആദമും ഹവ്വയും അവരുടെ നിഷ്കളങ്കത, ട്രാൻസ്പെറൻസി, ഏദനിൽ സർവ്വസുഭിക്ഷമായിരുന്നവര് അവരുടെ നിഷ്കളങ്കതയാണ് എന്ത് ചൂഷണം ചെയ്യുന്നത്? പാമ്പ് ചൂഷണം ചെയ്തത്. അതുകൊണ്ട് നീതിമാനാണ് എന്ന് പറഞ്ഞാൽ കൽപ്പനകളെല്ലാം പാലിക്കുന്നവനാണ്, ദൈവത്തോട് അഭിമുഖം പുലർത്തുന്നവനാണ്, അവൻ നിഷ്കളങ്കനാണ്. പക്ഷേ അവിടെ അവനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? അതുകൊണ്ടാണ് 112 സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നത്, നേരുള്ളവന്റെ തലമുറയോ അനുഗ്രഹിക്കപ്പെടും, അവന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ഇന്ന് ഈ കല്ലട പ്രദേശത്ത് ഇരിക്കുമ്പം
കല്ലട അപ്പൂപ്പന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത്രയും അനുഗ്രഹിക്കപ്പെടുവാൻ അല്ലേ, ഞാൻ ഉൾപ്പെടെയാ ദൈവമേ ഓർക്കുമ്പം ഇങ്ങനെയൊക്കെ നിൽക്കാൻ, ഈ അവസ്ഥയിലൊക്കെ ഒരു വാഹനം വാങ്ങിക്കുവാൻ, നല്ലൊരു ഡ്രസ്സ് ഇടുവാൻ, നല്ലൊരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ ആകുമോ എന്നൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചല്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇന്ന് കാണുന്ന സൗകര്യത്തിന്റെ 105% സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ ചാണകം മെഴുകിയ ഭവനത്തിൽ തഴപ്പായിലിരുന്ന് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ച്, അതോടൊപ്പം തന്നെ നേരും നെറിയോടും വിശ്വസ്തയോടുകൂടി അത് ദൈവത്തോടും അതേസമയം സമശിഷ്ടങ്ങളോടും പ്രകൃതിയോടും കൂടി വിശ്വസ്തയോടും നേരും നെറിയോടും കൂടി ജീവിച്ചതിന്റെ ആ കാരണവന്മാരങ്ങനെ ജീവിച്ചതിന്റെ അനുഗ്രഹവും ഐശ്വര്യവും സമ്പത്തുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ മുഴുവൻ അല്ലേ. പക്ഷേ നമ്മൾ ഓർത്താട്ട് അടുത്ത തലമുറ വരുമ്പം ഒരു നേരില്ല, ഞാൻ ഉൾപ്പെടെയാ, നേരില്ല, നെറിയില്ല, വിശ്വസ്തതയില്ല, വിശ്വാസമില്ലാതെ ജീവിക്കുമ്പം അടുത്ത തലമുറയ്ക്ക് ഈ വാക്യം എങ്ങനെയാ പ്രകടമാകുന്നത്? നേരുള്ളവന്റെ തലമുറയോ അനുഗ്രഹിക്കപ്പെടും, അവന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവും. പണ്ട് കാലത്ത് അതാ പഠിപ്പിച്ചത്. മൊത്തം A+ കിട്ടാനല്ല പഠിപ്പിച്ചത്. മോനെ നേരോടും നെറിയോടും കൂടി ജീവിക്കണം. സച്ചിൻ രമേശ് ടെണ്ടുൽക്കറോട് അദ്ദേഹത്തിന്റെ അപ്പൻ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, മോനെ നീ കുറുക്കു വഴികളിലൂടെ ഒന്നും സമ്പാദിക്കുവാനായിട്ട് പോകരുത്. പക്ഷെ ഇന്നെന്താ, ആരെയും കൊന്നേച്ച് ആരെയും തകർത്തേച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നീ 5 അക്ക ശമ്പളം ഉണ്ടാക്കണം, സമ്പാദിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷെ അവിടെയാണ് പഴയ തലമുറ നേരും നെറിയോടും കൂടി ജീവിക്കണം. അതുകൊണ്ട് സഭാപ്രസംഗിൽ എഴുതി വെച്ചു, നേരുള്ളവനെ നീ കുറിക്കൊള്ളണം. പരിമല തിരുമേനിയുടെ സൂക്തങ്ങളിൽ അദ്ദേഹം രേഖപ്പെടുത്തി, നേരുള്ളവനെ കുറിക്കൊള്ളുന്നവന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. നോഹ ആത്മാവബോധം, ഞാൻ ആരാണെന്നുള്ള ബോധം. കാരണം ആണാണോട്, പെണ്ണോട്, മനുഷ്യൻ മൃഗങ്ങളോട് പോലും അവിശുദ്ധമായി ജീവിച്ച അരിതായ്മകളുടെ ഘോഷയാത്ര നടന്നൊരു സ്ഥലം, അത്രമാത്രം അധപ്പതിച്ച് അരിതായ്മകൾ മാത്രം ചുറ്റുപാട് മുഴുവൻ അരിതായ്മകളിലും കൊള്ളരായ്മകളിലും ധാർമ്മികമായി നിലവിട്ട് ജീവിക്കുമ്പം, മനുഷ്യർ തമ്മിലും മൃഗങ്ങൾ തമ്മിൽ അവിശുദ്ധമായ ബന്ധങ്ങളിൽ കൂടെ ജീവിക്കുമ്പം അവൻ ആരാണെന്നുള്ള ബോധ്യം, അവന്റെ വിളിയെക്കുറിച്ച്, അവന്റെ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം കാത്തു സൂക്ഷിച്ചു. സത്യമായും ചിലപ്പോഴൊക്കെ കുറ്റബോധത്തിലായി പറയുന്നത്, ഞാൻ ആരാണെന്ന് എൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം പലപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലേ. കാലത്തിന്റെ കുത്തൊഴുക്കുകളിൽ ആര് കാണാനാണ്, ആര് ഇത് കാണുന്നുണ്ട്? നമ്മളിങ്ങനെ പലതിനെയും പിന്നാലെ, കാലത്തിന് പിന്നാലെ യാത്ര ചെയ്തു പോവുകയാണ്. കാലം വെച്ചു നീട്ടുന്ന ഏത് സാധ്യതയുടെയും പിന്നാലെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. പക്ഷേ നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരു തിരുവചന ഭാഗമുണ്ട്, 2 പത്രോസ് 2:9. എന്തുവാ? കണ്ണാടിയൊക്കെ വെച്ച് നോക്കണമായിരിക്കില്ലേ? 2 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും വംശവുമാകുന്നു. നമ്മൾ ആരാ? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അച്ഛന്മാരും എത്രമാരും മാത്രമല്ല, നമ്മളെല്ലാവരും വിശ്വാസ ജീവിതത്തോളവരെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അവരുടെ മേൽ ദൈവത്തിനൊരു നിയോഗമുണ്ട്. ദൈവം വെക്കുന്ന ഏത് അനുഭവത്തെ 2 രീതിയിൽ നേരിടാം. 1 ശപിച്ചുകൊണ്ടും, 2 നമിച്ചുകൊണ്ടും. ചില മനുഷ്യരെല്ലാം ദൈവം വെക്കുന്ന അനുഭവങ്ങളെ ശപിച്ചുകൊണ്ട് നേരിടും. ദൈവമേ, നശിച്ച വീട്ടിൽ, നശിച്ചൊരു ജീവിതം എങ്ങനെയെങ്കിലും തീർന്നാൽ മതി, നശിച്ചൊരു കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ് ശപിച്ചുകൊണ്ട് നേരിടുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥ ആത്മാവബോധമുള്ളവൻ, ദൈവം വെച്ച ജീവിതത്തെക്കുറിച്ച് നിയോഗമുള്ളവൻ നമിച്ചുകൊണ്ട് നേരിടും. കാരണം ദൈവം ഏതനുഭവം ജീവിതത്തിൽ തന്നാലും അതിന്റെ പിന്നിൽ ദൈവം ഒരു പദ്ധതി, നന്മയ്ക്കായിട്ടൊരു പദ്ധതി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യമുള്ളവരാണ്. ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും അവന്റെ നിയോഗത്തെക്കുറിച്ച് ബോധ്യത്തോടുകൂടി അവൻ അതിനെ നമിച്ചുകൊണ്ട് നേരിടും. കാരണം എല്ലാ പ്രതിസന്ധികളുടെ പിന്നിലും വ്യാപരിക്കുന്ന ഒരു ദൈവ പദ്ധതിയുണ്ട്. അതാണ് യിരെമ്യാ പ്രവചനം 29:11. എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, തിന്മയ്ക്കായിട്ടല്ല നന്മയ്ക്കായിട്ടാകുന്ന പദ്ധതി. നോഹയ്ക്കറിയാം അവന്റെ ഈ ഭൂമിയിലെ വാസം,
ചുറ്റുപാടുകൾ അവിശുദ്ധമായ അനുഭവങ്ങൾക്ക് കടന്നു പോകുമ്പോൾ എന്റെ വിളി അതല്ല, എന്റെ നിയോഗം അതല്ല, എന്റെ ജീവിതത്തിലെ ശൈലി അതല്ല, ഞാൻ ജീവിക്കേണ്ടത് എനിക്കൊരു നിയോഗം ദൈവം വെച്ചിട്ടുണ്ട്. നിയോഗത്തെ മറന്നു പോകാതെ നോഹ ജീവിച്ചു എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ പുതിയ കാലഘട്ടം എന്താ പഠിപ്പിക്കുന്നത്? ഇവിടെ തുടങ്ങി ഇവിടെ തീരാനുള്ളതാണ്, അല്ലേ? ലൈംഗികതയും പണവും സമ്പാദ്യമൊക്കെ നമ്മളെ ഈ പുതിയ കാലത്തിന്റെ പ്രത്യേകതകൾ ആസ്വദിക്കാനുള്ളതാണ് ജീവിതം. സത്യമാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ദൈവനിയതമായ പരിധിക്കുള്ളിൽ ദൈവം വെറുത്തതിനെല്ലാം ആർത്തിയോടെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ദൈവം എന്തിനെയൊക്കെ വെറുത്തുവോ ആ വെറുത്തതിനെല്ലാം ആർത്തിയോടെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം, അത് നിങ്ങൾ ദോഷമായിട്ടൊന്നും എടുക്കണ്ട. പുസ്തകത്തിൽ, ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ആണ് പെണ്ണിന്റെയും പെണ്ണാണിന്റെയും വസ്ത്രം ധരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അല്ലേ? നമ്മുടെ വസ്ത്രം പോയി നോക്കി, ജീവിത നിയോഗം മറന്നു പോകുന്നോണ്ടാണ്. പക്ഷെ നോഹ അവൻ ആരാണെന്നുള്ള ബോധ്യം അവൻ കാത്തു സൂക്ഷിച്ചു. അവിടെ ഈ വേദപുസ്തകം വായിക്കുമ്പം പുതിയ നിയമത്തിൽ ആത്മാവബോധമുള്ളവരുടെ 3 പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്ന്, നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും ആത്മാവബോധമുള്ളവർ. നിലനിൽക്കുന്ന മറ്റൊരു ലോകം. ഈ കല്ലട അപ്പൂപ്പനെ കുറിച്ചൊക്കെ ചരിത്രം വായിക്കുമ്പം അവരൊക്കെ ഈ കഷ്ടതയും ദുഃഖവും ദുരിതമൊക്കെ അനുഭവിച്ചു എന്തിനു വേണ്ടിയാ? പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ കബറടത്തി വരുന്നത് എന്തിനു വേണ്ടിയാ? പാള വാങ്ങിച്ച് വെള്ളം കോരുന്നതും നേർച്ച കൊടുക്കുന്നതും പള്ളിക്ക് ചുറ്റും നടക്കുന്നതും മുത്തുക്കൊട എടുക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ സത്യം ഒരാശ്വാസത്തിനാണ്, അല്ലേ? എന്നാലൊരു 50% കാര്യസാധ്യം കൂടിയുണ്ട്. ഞാൻ ഉൾപ്പെടെ 1-ാം പ്രതി ഞാനാണ്, അല്ലേ? പക്ഷെ അവരൊക്കെ ജീവിച്ചെന്തിനാ? ഇവിടെ ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം ഏറ്റപ്പം അവര് ചിന്തിച്ച് എന്തിനെ കുറിച്ചാ? കൊയറുകാര് പാടും, നിത്യ തേജസ്സിന്റെ ഗാനം ഓർക്കുമ്പം, ബാക്കിയെങ്കിലും ഒന്ന് പറ. നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പൗരത്വമോ എവിടെയാ? സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച്, ഞാൻ ഉൾപ്പെടെ കേട്ടോ, എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിൽ ഇട്ടേച്ചു പോകേണ്ട കാര്യങ്ങളെ ചൊല്ലിയ നമ്മൾ തർക്കിച്ചും കലഹിച്ചും ഇരിക്കുന്നത്. അയലത്തെ വീടുമായിട്ട് ഈ മതില് കെട്ടിയ അതിന്റെ മണ്ടയ്ക്ക് വീണ്ടും ഈ ഷീറ്റൊക്കെ വെച്ച് വലിയ പൊക്കത്തിൽ 12 അടി പൊക്കത്തിൽ അടിച്ചിരിക്കുന്നതുകൊണ്ടാ. അവന്റെ വട്ട എന്റെ അയ്യത്തോട്ട് കടന്നു, അവന്റെ കൂടച്ചക്ക എന്റെ അയ്യത്ത് വീണു, അവന്റെ ഓലമണൽ എന്റെ അയ്യത്തോട്ട് വീണു. ചത്തുപോകുമ്പോ കൂടച്ചക്കയോ വട്ടയുടെ ഇലയോ ഓലമടലോ ചീകിയാണോ പെട്ടിക്കകത്ത് മേപ്പോട്ട് വിടുന്നത്? അല്ല. പക്ഷെ നമ്മൾ ഓർത്തെ, ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകേണ്ട കാര്യങ്ങൾ, എത്ര കോടീശ്വരനായിക്കോട്ടെ, എത്ര സമ്പത്തുള്ളവനായിക്കോട്ടെ, ഒരു രാത്രിയിൽ ഇന്ന് എത്ര പേരാ ചെറുപ്പക്കാരെ, കഴിഞ്ഞ ദിവസം 13 വയസ്സുള്ള മദ്ബാൽ ശുശ്രൂഷിക്കുന്ന ഒരു കുഞ്ഞ് കുഴഞ്ഞു വീട് മരിച്ചു, കത്തോലിക്ക ഇടവകയിൽപ്പെട്ടത്. ഇന്ന് ഞാനൊരു അടക്കം നടത്തിയിട്ടാ വരുന്നത്. മിഞ്ഞാന്ന് രാത്രി കിടന്ന് രാവിലെ നോക്കി, അമ്മാമ്മ അച്ഛനും രാവിലെ നോക്കിയപ്പം അച്ഛൻ മരിച്ചു കിടക്കുകയാണ്. മിഞ്ഞാന്ന് ഞങ്ങൾക്കെല്ലാം സ്നേഹമുള്ളൊരു വൈദികൻ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് കമ്മിറ്റിയിൽ ഇരിക്കുക. കമ്മിറ്റിയിൽ ഇരുന്നപ്പം ഒരു സൈഡിലോട്ട് ചരിഞ്ഞു വീണ് മരിച്ചു KK തോമസ് അച്ഛൻ. നമ്മൾ ആലോചിച്ച് നോക്കിയ നൈമിഷികമാ പ്രിയമുള്ളവര്. പക്ഷെ ഞാൻ ഉൾപ്പെടെ ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കും. എന്റെ ഈ പണമുണ്ട്, സമ്പത്തുണ്ട്, പിന്നെ എഴുതാൻ വാട്സപ്പ് ഉണ്ട്, ജഡ്ജ് ചെയ്യാൻ രാത്രി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. എനിക്ക് ആരെയും ജഡ്ജ് ചെയ്യാം, എനിക്ക് ആരെയും തകർക്കാം, ഞാൻ മേലധികാരിയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഓർത്തുകൊള്ളണം, നിലനിൽക്കുന്ന മറ്റൊരു ലോകം ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ട ചൊല്ലി ഈ ജീവിതം മുഴുവൻ തകർത്ത് കളയുന്നത്. പക്ഷേ അന്ത്രേസ് ബാബ ഉൾപ്പെടെ നിലനിൽക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നുള്ള ബോധ്യത്തില് ഈ ലോകത്തിലെ കഷ്ടതകളെ മുഴുവൻ അവർ നേരിട്ടത്. നമ്മളെല്ലാം സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും അങ്ങനെയാണ്, അല്ലെ? ഇവിടെ അനുഭവിക്കുന്ന ദുഃഖം അതിനെപ്പോഴും ഓർമ്മിപ്പിക്കാൻ തക്കവണ്ണമാണ് കെംദാ കാലത്തിലെ നമസ്കാരത്തിൽ രാവിലെ നമസ്കാരത്തിന് വന്ന ചൊല്ലും, കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവനാമ നിമിത്തം അപവാദം, ദുഷിപ്പ്, പരിഹാസം, കൊള്ളരായ്മ കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതെല്ലാം വായിച്ചിട്ട് അവസാനം ഒരു വാക്യമാ, എന്താ? നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഒരുപക്ഷെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളുടെയും പ്രതിസന്ധികളുടെ സമസ്യകളുടെ നടുവിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ആ തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തും,
അല്ലേ? ദൈവം ഇതെല്ലാം നിമിത്തം നന്മ ചെയ്തിട്ട് ആക്ഷേപം കേൾക്കുമ്പോഴും ശക്തിപ്പെടുത്തുകയാണ്. കാരണം ഇവിടുത്തെ ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വർഗത്തിൽ എന്തുണ്ട്? പ്രതിഫലമുണ്ട്. പക്ഷെ നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ ലോകത്തിനെ മാത്രം ഓർത്തിട്ടാണ്. ഞങ്ങളുടെ അവിടെ ഒരു മരണം ഉണ്ടായി. ഞാൻ മരണ വീട്ടിൽ പോകും. ഒരു ഇടവഴിയാണ്, ചെറിയ വഴിയാണ്, ഒരു വണ്ടി മാത്രം പോകാൻ പറ്റും. അവിടെ എല്ലാം ഓർത്തഡോക്സുകാരാണ്. അപ്പം അവിടെ നോക്കിയപ്പം മൊത്തം ഓർത്തഡോക്സുകാരാണ്. അപ്പം രാവിലെ അടക്കത്തിന് വണ്ടി ഇടാൻ സ്ഥലം ഞാൻ ദൂരെ കൊണ്ട് കാറിട്ടു. സ്കൂളിൻ്റെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വരുമ്പം നല്ല ഒന്നാന്തരം വീട്, നമ്മുടെ വീട് അല്ലേ. നമ്മളിപ്പം ഏറ്റവും പ്രധാനം നമുക്ക് എന്തുവാ? വീട് ഏറ്റവും പ്രധാനം. പിള്ളേരെയൊക്കെ നേഴ്സിംഗ് പഠിപ്പിച്ച് ഗൾഫിൽ, ഓസ്ട്രേലിയയിലോ യു കെയിലോ കാനഡയിലൊക്കെ വിട്ട് മസ്കറ്റിലൊക്കെ ചെന്നാൽ അങ്ങോട്ട് ചെന്നാൽ ചുമ്മാ അങ്ങോട്ട് ചെന്നാൽ മതി. പെട്ടിക്കട കൊടുക്കുന്ന പോലെ 50 ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടും. കാരണം നല്ല ശമ്പളമുണ്ട് ഇവർക്ക്. പാവം പിടിച്ച നേഴ്സുമാർക്ക് ഷിഫ്റ്റ് ഇങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടവർ ജീവിക്കുകയാണ്. ഇതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങിച്ച് വലിയ മതിലൊക്കെ കെട്ടി വലിയ വീടൊക്കെ വെക്കും. ഞാനും വെച്ചിട്ടുണ്ട് വീട്, മതിലും കെട്ടിയിട്ടുണ്ട്, ഇൻ്റർലോക്ക് ഇട്ട മുറ്റവും എനിക്കും ഉണ്ട്. കാരണം ഇതിനി ആരും എടുത്ത് എഴുതാതിരിക്കാൻ വേണ്ടി ഞാനങ്ങ് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, കെട്ടും. ഇത് കെട്ടുമ്പം എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എഴുതി വീടൊക്കെ വെച്ചിട്ട് ഫാദർ ഷിജി കോശി, വീട്ടുപേര് പാരഡൈസ്, LKG UKG 8ാം ക്ലാസ് തോറ്റു, 10 പ്രീ ഡിഗ്രി, ഡിഗ്രി, BD, GST അല്ലേ. ഇതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ ഫ്രണ്ടിലെ ഒരു ഫലകത്തേൽ, മാർബിൾ ഫലകത്തേൽ അങ്ങ് മൊത്തം എഴുതി വെക്കും. അപ്പം ഈ മരണ വീടിൻ്റെ അപ്പുറത്തെ വീട്, എനിക്ക് ഈ വീടെല്ലാം അറിയാവുന്നവർ, വീടിൻ്റെ അപ്പുറത്തെ വീട് എന്നെ ചൊടിപ്പിച്ചത് ഗേറ്റെല്ലാം അടച്ചിട്ടേച്ച് പട്ടി ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സത്യമാണ്, എല്ലാ വീട്ടിലും വാല് മുറിഞ്ഞ പട്ടി പോലെ പട്ടി അതിനകത്തുണ്ട്. ഫ്രണ്ടിൽ ഈ ഗേറ്റും റോഡും തമ്മിലുള്ള അകലം ചെത്തി വൃത്തിയൊക്കെ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെയും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 2 കുറ്റി ഇട്ടേച്ച് അതേക്കടെ ചങ്ങല ഇട്ടേക്ക് എന്ന് പറഞ്ഞാൽ പട്ടിയുണ്ട്, സത്യമാണ് അകത്ത്. പക്ഷെ വെളിയിൽ ഈ റോഡും ഈ വീടും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്ഥലത്ത് ഒരു മനുഷ്യൻ നിൽക്കാൻ പോലും പാടില്ലെന്നും പറഞ്ഞുകൊണ്ട്, അത് പഞ്ചായത്തുകാരും കണ്ടില്ലെന്ന് തോന്നുന്നു, കണ്ടുകൊണ്ട് അവിടെ 2 കുറ്റിയിട്ടേച്ച് അതേക്കടെ ചങ്ങല ഇട്ടേക്കുക. ചിലയിടത്തൊക്കെ ചെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ വൈകിട്ടാകുമ്പോൾ ഈ ചങ്ങലയിട്ട പാർട്ടി ഭാര്യയും മക്കളും എല്ലാം കൂടി ഇരുന്ന് പാടും, എൻ്റെ ദേശം ഇവിടെ അല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് ഒരുക്കിടുന്നു ലവടൊരു ഭവൻ. നമ്മുടെ അയലത്തെ മരണമോ മാമോദീസയോ കല്യാണമോ നല്ല കാര്യമോ വല്ലതും നടന്നാൽ അന്ന് പിന്നെ ജനലും തുറക്കത്തില്ല, കഥവും തുറക്കത്തില്ല. അല്ലെങ്കിൽ രാവിലെ എണ്ണിച്ച് 32 ജനലും തുറന്നിട്ട് അല്ലെ അങ്ങ് തുറന്നിടും, ബാമ്പു കർട്ടനും പൊക്കും. അയലത്ത് നല്ലൊരു കാര്യം നടന്നാൽ അന്ന് തുറക്കത്തില്ല. ഞാൻ ഈ കോർണർ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോണ്ടല്ലോ, വണ്ടി കൊണ്ടിടാൻ എന്തൊരു പാടെന്നറിയോ. എൻ്റെ വീടുൾപ്പെടെ പറഞ്ഞിട്ട് തുറന്നു കൊടുക്കത്തില്ല. വണ്ടി കൊണ്ടിടാൻ എന്തൊരു പാടെന്നറിയോ. കാരണം നമ്മൾ വലിയ സുവിശേഷമൊക്കെ ഞാൻ ഉൾപ്പെടെ പറയുന്നെങ്കിലും എല്ലാം ഗേറ്റ് പൂട്ടിയിട്ടേക്കോ. ഫ്രണ്ടിലൊരു ബോർഡ്, ബി വെയർ ഓഫ് ഡോഗ്, നായുണ്ട്, സൂക്ഷിക്കുക, അല്ലെങ്കിൽ അന്യവാഹനത്തിലൂടെ പ്രവേശിപ്പിക്കരുത്. കാരണം എന്താ? ഈ ലോകത്തിലാണ് ആശ്രയം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിൽ ആശ്രയം വെച്ചാൽ നിങ്ങൾ അരിഷ്ടരായ മനുഷ്യരാണ്. പക്ഷെ നോഹ എന്താ? നിലനിൽക്കുന്ന മറ്റൊരു ലോകമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സന്തോഷവും ഈ ലോകത്തിന്റെ ആനന്ദവും എന്നെ ഒന്നും സ്വാധീനിക്കുകയില്ല. രണ്ടാമതായിട്ട്, തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്തുള്ളവരായിരിക്കും. തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്ത്. നോഹ നിൽക്കുന്ന എവിടാന്നറിയാമോ? തിന്മയുടെ നടുവിലാണ്. ലോകം മുഴുവൻ തിന്മയുടെ നടുവിൽ ഓടുമ്പം നോഹ മാത്രം ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ ഒരു വീട്ടിൽ എല്ലാവരും ഒരാൾ മാത്രം നോയമ്പെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എടാ ഞാൻ മാത്രം എന്തിനാ ഈ നോയമ്പെടുക്കുന്നത്, ഞാൻ മാത്രം എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത് അല്ലേ. പക്ഷെ നോഹ ചുറ്റുപാടെല്ലാം അവിശുദ്ധമായ ആഘോഷങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പം, അരുതായ്മകളുടെ നടുവിൽ കടന്നു പോകുമ്പം, തിന്മയുടെ നടുവിൽ ജീവിക്കുമ്പം നോഹ മാത്രം തിന്മയോട് സന്ധി ചെയ്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് എല്ലാത്തിനോടും സന്ധി ചെയ്യുന്നവരാണ്. ഞാൻ ഉൾപ്പെടെ കോംപ്രമൈസ് ചെയ്യുന്നവരാണ് എല്ലാ തിന്മകളോടും. ഒരു ഡെഡ് ബോഡി സ്പിരിച്വാലിറ്റിയാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ ഇനിയും കോംപ്രമൈസിന്റെ കാലമാണ്. മനുഷ്യനെക്കാട്ടിൽ പാർട്ടികൾ ഭരിക്കുന്ന കാലമെത്തിയ പള്ളികളിൽ. ഈ വർഷം ഞങ്ങളുടെ പാർട്ടി ഭരിക്കും, ഈ വർഷം ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. എവിടെയാ? രാഷ്ട്രീയത്തിലല്ല, പള്ളിയിൽ. അതിനുവേണ്ടി ഏത് നെറികേടിന് കൂട്ടുനിൽക്കും, ഏതിനോടും കോംപ്രമൈസ് ചെയ്യും. ഡെഡ് ബോഡി സ്പിരിച്വാലിറ്റി അല്ലേ. എന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ ദേഹത്ത് തൊടരുത്, എനിക്ക് 7 അടി പൊക്കമുണ്ട്,
രണ്ട് കോടി രൂപ ഉണ്ട്, തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ട്, കൊച്ചി വില്ല ഉണ്ടെന്നൊക്കെ പറയും. മരിച്ചു കിടക്കുമ്പോൾ എങ്ങോട്ടിട്ടാലും ഈ പുള്ളി അങ്ങോട്ടും കടന്നോളും. പുള്ളിക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. കാരണം ഇതിനകത്തുനിന്നുള്ള സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് വീട്ടുകാർ തിരിച്ചിടുന്നത് മറിച്ചിടുന്നതിനനുസരിച്ച് കിടന്നോളും. ഡെഡ് ബോഡിയുടെ സ്പിരിച്വാലിറ്റി ഏതിനോടും കോംപ്രമൈസ് ചെയ്യും. വേദപുസ്തകത്തിൽ നമുക്കറിയാം, ഈ പുസ്തകത്തിലില്ല, അപ്പോക്രീഫ പുസ്തകത്തിൽ മക്കാബിയുടെ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ 7-ാം അധ്യായം, നമ്മുടെ അടുത്ത് കുറെ പള്ളികളുണ്ട് അങ്ങനെ, മർത്ത ശ്മൂനിയെ കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലേ. ശ്മൂനിയും മക്കളും ഗുരു. 2 കാര്യം രാജാവ് പറഞ്ഞു. ഒന്ന്, യഹൂദന്മാർക്ക് നിശ്ചിതമായ പന്നിമാംസം കഴിക്കണം. നിസ്സാരപ്പെട്ട കാര്യം. ഇവിടെ പന്നി കഴിക്കാൻ കിട്ടി ആരാ കഴിക്കാത്തത്? 2, ദൈവവിശ്വാസം വിട്ട് വിഗ്രഹാരാധനയ്ക്ക് രാജാവിന്റെ ദൈവത്തിലേക്ക് നമസ്കരിക്കണം. അമ്മയ്ക്ക് കണ്ടമാനം ഓഫർ കൊടുത്തു. നമ്മൾ ഇന്ന് ഏത് ഓഫറിന് പിന്നാലെ ഞാൻ ഉൾപ്പെടെ പോകുന്നവരാണ്. അമ്മയ്ക്ക് ഓഫർ കൊടുത്തു, രാജ്യത്തിന്റെ പകുതി, കൊട്ടാരത്തിലെ സുഖമായ ജീവിതം, മക്കൾക്ക് നല്ല സൗഭാഗ്യകരമായ എല്ലാ കാര്യങ്ങളും. അമ്മ വഴങ്ങിയില്ല. അമ്മയും മക്കളെ വിളിച്ചു കൊണ്ട് നിർത്തി വറച്ചട്ടിയിലിട്ട് ഓരോരോ മക്കളെ ആയിട്ട് വറുത്തു. വറച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് മക്കളെ വറുത്ത് ഓരോ മക്കളെയും. നമ്മുടെ കുഞ്ഞിനൊരു പോറലേറ്റാൽ നമുക്ക് സഹിക്കുകയില്ല. നമ്മൾ ദൈവമൊക്കെ അവിടെ ഇരിക്കട്ടെ, പന്നിയോ അല്ല, ഏത് പന്നിയല്ല, എന്തിനു വേണേ കഴിച്ചോളാന്ന് പറയും. പക്ഷേ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് ഓരോ മക്കളെയും വകവരുത്തുകയാണ്. അത് ശീമാമസ്കാരത്തിലാണ്. അംഗങ്ങൾ ഛേദിച്ചെറിഞ്ഞു, ചെവി കണ്ടിച്ചു, നാക്ക് കണ്ടിച്ചു, കണ്ണ് കുത്തി തുളച്ചെടുത്തു, കൈ കണ്ടിച്ചു, കാല് വെട്ടി കീറി. ഓരോ മക്കളെ അമ്മയുടെ മുമ്പിൽ വെച്ച് കൊന്നേച്ച് ചോദിക്കുന്നുണ്ട്, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണോ? 6 മക്കളെയും കൊന്നു. 7-ാമത്തെ കുഞ്ഞു മകന്റെ ഊഴം വരുമ്പം അമ്മ അവനോട് പറയുന്ന ഒരു വാക്കാണ് 7-ാം അധ്യായം 2 മക്കാബിർ 7:21-22. എന്റെ മോനെ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയത് ദൈവമാണ്. ആ ദൈവത്തിന്റെ നിയമത്തെ പ്രതി നീ ജീവൻ ഹോമിച്ചാൽ അവൻ വീണ്ടും വന്ന് നിനക്ക് തിരികെ ജീവൻ നൽകിക്കൊള്ളും. ഒരമ്മ കൊച്ചു കുഞ്ഞിനെ ബലപ്പെടുത്തുകയാണ്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവമാണ്. അതാണ് 127 സങ്കീർത്തനം. മക്കൾ ഉദരഫലം ദൈവത്തിന് ദാനമാണെന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ നിയമത്തെ പ്രതി മോനെ നീ ജീവൻ ഹോമിച്ചാൽ, കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ 2-ാമത്തെ വരവിൽ അവൻ വന്ന് നിനക്ക് ജീവൻ നൽകിക്കൊള്ളും. ആ കുഞ്ഞു മരണത്തിന് വിധേയപ്പെട്ട് അമ്മയെ മരിച്ചു. ഗുരുവായ ഏലയാസർ മരിച്ചു. ഓർത്തോണം, അമ്മയുടെ നിലപാടാണ് തലമുറയെ മുഴുവൻ സ്വാധീനിക്കുന്നത്. അമ്മ എടുക്കുന്ന നിലപാടാണ് തലമുറയെ സ്വാധീനിക്കുന്നത്. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഇന്ന് UK, കാനഡ, യൂറോപ്പിൽ പോവുക. സത്യം, ഇവിടെ ജീവിക്കാൻ കൊള്ളത്തില്ല, സംശയമൊന്നും വേണ്ട, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ നമ്മുടെ പിള്ളേർ പോകുമ്പം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് അല്ല വലുത്. ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്മുടെ ഭവനങ്ങളാ പ്രിയമുള്ളവര്. അമ്മയുടെ മടിത്തട്ട് ഏറ്റവും നല്ല ക്ലാസ്. അങ്ങനെയാ നമ്മൾ ഇതൊക്കെ പഠിച്ചത്. പണ്ടുകാലത്ത് ഈ പ്രാർത്ഥനയൊക്കെ പഠിച്ചത് സൺഡേ സ്കൂളിൽ വിട്ടൊന്നും അല്ല പഠിച്ചത്. അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചതാ, മടിയിലിരുത്തി പ്രാർത്ഥിച്ച് പഠിപ്പിച്ചതാ. ഈ പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ, മേൽപ്പെട്ട ഉയരങ്ങളിലും മോറാൻ യേശു മെശിഹായൊക്കെ. ഇപ്പോഴത്തെ 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കൊച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് കരുണയുള്ള ദൈവമേ എന്നുള്ള പ്രാർത്ഥന ഒന്ന് കാണാപ്പണം ചൊല്ലിക്കാവോ? തുലോം 100ക്ക് 10 പോലും ചൊല്ലത്തില്ല. കാരണം എന്താ? വീട്ടിൽ ഈ സാധനം ഒന്നും ചൊല്ലുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്താ? അമ്മയുടെ നിലപാട് കൊണ്ടാണ് എബ്രഹാലിംഗം പോലും പറഞ്ഞു, ഞാൻ വായിച്ചറിഞ്ഞ ഏറ്റവും നല്ല പുസ്തകം എന്റെ അമ്മയാണ്. യേശുക്രിസ്തു കന്യകമറിയാം ലൂക്കോസ് സുവിശേഷം 1 വായിക്കുന്നു 27. ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, ഇഷ്ടം പോലെ ഭവിക്കട്ടെ. 12 വയസ്സ് കഴിഞ്ഞ് പിന്നെ കർത്താവിനെ കുറിച്ച് വിവരണമില്ല. 30-ാം വയസ്സിലേ ഉള്ളൂ. ഈ 18 വർഷക്കാലം അവസാനം ലൂക്കോസ് പറഞ്ഞു വെക്കുന്നത് പ്രായത്തിലും വളർച്ചയിലും ജ്ഞാനത്തിലും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു. ആ ജീവിതകാലത്ത് അമ്മയിൽ നിന്ന് കിട്ടിയ സ്നേഹം, കരുണ, ദയ, ഇതെല്ലാം 3.5 വർഷക്കാലത്തെ ജീവിതത്തിൽ അവൻ പകർത്തി. അതുകൊണ്ടാണ് വേശ്യയായ സ്ത്രീയെ കൊണ്ടൻ പറഞ്ഞത്, നിങ്ങൾ ആരും പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. കാരണം എന്താ? അമ്മയിൽ നിന്ന് ലഭിച്ച സ്നേഹവും കരുണയും ദീനാനുകമ്പയൊക്കെ ആർക്ക് ലഭിച്ച? ക്രിസ്തുവിന്. അതുകൊണ്ട് ഗെത്സമനാത്തോട്ടത്തിൽ വേർപ്പ് ചോരത്തുള്ളിയാകുമ്പം മകനും പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങണമേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അമ്മയുടെ നിലപാടാ കേട്ടോ. ഓർത്തോണം, മാതാ, പിതാ, ഗുരു, ദൈവം, അമ്മയുടെ നിലപാടല്ല സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് മക്കളുടെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കും അമ്മയുടെ നിലപാട്. ഒരമ്മ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ നിയമത്തെ പ്രതി
മക്കളെ പോലും ത്യജിച്ചു കളഞ്ഞ് കർത്താവ് രണ്ടാമത്തെ വരവ് തിന്മയോട് സന്ധിയായിരിക്കുള്ള കരുത്ത്. 3, അപകടകരമായ ധൈര്യം പുലർത്തുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ. അപകടകരമായ ധൈര്യം. നമുക്കറിയാം, ന്യൂനപക്ഷത്തിന് ജീവിക്കുവാൻ അവകാശമില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഒരാളൊറ്റയ്ക്ക് എല്ലാവരും, മാനവരാശി മുഴുവൻ തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പം ദൈവത്തിന്റെ വഴി നടക്കാൻ ഒറ്റയ്ക്കൊരുത്തൻ നടക്കാൻ തക്കാണ് ധൈര്യം കാണിച്ചു. അത് അപകടകരമായ ധൈര്യമാണ്. പക്ഷെ നമുക്കിന്ന് സാധിക്കത്തില്ല, അല്ലേ? നമ്മുടെ പിള്ളേർ പറയാം, അമ്മേ എല്ലാവർക്കും ഫോണുണ്ട്, അമ്മേ എനിക്കൂടെ ഇടണം. കാരണം എന്താ? എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഉണ്ട്. ഞാനും ചെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫോണൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല, എന്നാലും ഇപ്പൊ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ അമ്മ, എനിക്കൂടെ വാങ്ങിച്ചതാ. കാരണം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഞാനിവിടെ അവരോട് ചേരാനുള്ളതാണ്. പക്ഷെ നോഹ എന്താ? തിന്മയുടെ വഴി, അരുതായ്മകളുടെ ഘോഷയാത്ര നടക്കുന്ന സ്ഥലത്ത് അവൻ അപകടകരമായ, അത് അപകടമാണ്, അല്ലെ? കൂട്ടത്തിൽ ഒരുത്തൻ മാത്രം വ്യത്യസ്തപ്പെട്ട് ജീവിച്ചാൽ അപകടമാണ്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞത്, താമര പോലെ ആത്മീയത. താമരയുടെ ഗുണം എന്തുവാ? ഇഷ്ടം പോലെ കുളമുള്ളല്ലോ ഇവിടെ എല്ലാം. ചേറിൽ വേര് മുഴുവൻ, ചേറിൽ തണ്ടുൾപ്പെടെ. പക്ഷേ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ വർണ്ണാഭമായി വിരിഞ്ഞു നിൽക്കുന്ന താമര എല്ലാവരെയും ആകർഷിക്കും, എല്ലാവർക്കും സൗരഭ്യം പകരും, കണ്ണിന് കുളിർമ നൽകും. പക്ഷേ വേര് മുഴുവൻ എവിടെയാ? ചെളിയിലാണ്. പക്ഷേ ചെളിയിലാണെങ്കിലും ചെളിയുടെ ഗന്ധം എവിടെയില്ല? എവിടെയില്ല? പൂവിലില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അങ്ങനെ, ലോകം ചെളിയാണ്, ചെളിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ബലഹീനരാണ്, പറയുന്നത് ഞാൻ ഉൾപ്പെടെ. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ പിഴവും പിഴച്ചും പോവും, കുറവുകൾ സംഭവിക്കാം. പക്ഷെ ഇവിടെ അപകടകരമായ ധൈര്യം പുലർത്തി. അതപ്പതിച്ച ലോകത്തിൽ അവൻ ആത്മാവബോധം, ഞാൻ ആരാണ്, എന്റെ വിളി എന്താണ്, എന്റെ നിയോഗം എന്താണെന്ന് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ടാണ് എത്ര മനോഹരമാ നൊയമ്പിൽ പാട്ടുപാടി കുമ്പിടുകയാ ദൈവത്തിന്റെ മുമ്പിൽ. ഞാൻ ആരുടെ മുമ്പിൽ മുട്ടുമടക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മള് ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കുകയാണ്. ദൈവമേ, ഞാൻ ഒന്നുമല്ല, അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ചുംബിക്കുകയാണ്, പാട്ടുപാടുകയാണ്, അല്ലേ? ഈ സമ്പത്തും കൊല്ലും വഞ്ചനയായുള്ള പൊന്നും വെള്ളി ഒന്നും നേടേണ്ടോ, നീ സത്യോപദേശം തേടുക എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ ആരാണെന്നുള്ളൊരു നിയോഗം, എന്റെ വിളി എന്താണെന്നുള്ള ഓർമ്മിപ്പിക്കൽ കാലം കൂടിയാണ് നൊയമ്പ് കാലവും പെരുന്നാൾ കാലവും. 2, നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, ഞാൻ തിയോളജിയിലൊന്നും പ്രവേശിക്കത്തില്ല. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, വലിയ അതിക്രമം, സർവ്വ ജഡവും വഷളായി, അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കും. അതുകൊണ്ട് നീ ചെന്നിട്ട് ഈ ദേശത്ത് എന്ന് പറയണം, നീ പ്രസംഗിക്കണം, ദേശം മുഴുവൻ നശിപ്പിക്കാൻ പോവാണ് പ്രളയം കൊണ്ട്. നോഹ ദേശത്ത് പോയി പ്രസംഗിച്ചു. 2ാമത് കൃപ ലഭിക്കാനുണ്ടായ കാരണം ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തിയവനായിരുന്നു നോഹ. ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തി. ലോകത്തിന്റെ ആനന്ദം അവന്റെ മുമ്പിലുണ്ട്. ലോകക്കാര് മുഴുവൻ മറ്റൊരു ആനന്ദത്തിൽ ജീവിക്കുമ്പം ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തി. 127 സങ്കീർത്തനം 128, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, ദീർഘായുസ്സുണ്ടാകും, നിന്റെ ഭാര്യ മുന്തിരിവള്ളി, മക്കൾ ഒലിവുതൈ പോലെ. ഇങ്ങനെ യഹോവ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടും. നോഹ ചെന്ന് പ്രസംഗിച്ചു. പിതാക്കന്മാരുടെ 120 വർഷം, 100 വർഷത്തോളം പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? പ്രളയമുണ്ടാകാൻ പോകുന്നു. കാരണം ജനം ഒന്നും വിശ്വസിച്ചില്ല. വറുതിയുടെ നാളിൽ പെട്ടകം പണിയാൻ പറയുന്ന പെട്ടകം പണിത നോഹയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞു. കാരണം ആ കാലം വരെയും മഴ എന്ന് പറയുന്നൊരു സംഗതി ആ ദേശത്തുണ്ടായിട്ടില്ല, അവർ കണ്ടിട്ടില്ല. മഴ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. ആ ദേശത്താണ് ചെന്ന് പറയുന്നത്. മഴയുടെ ലാഞ്ചനയില്ലാത്ത കാലഘട്ടത്തിൽ വൈകാതെ മഴ പെയ്യും. മഴ കാണാത്ത ആൾക്കാർ വിശ്വസിക്കുമോ? ഇവന് ഭ്രാന്താന്ന് പറയും. 2019 മുമ്പ് അച്ഛന്മാർ വള്ളി പറഞ്ഞു, വലിയൊരു കൊറോണ ഉണ്ടാകാൻ പോവുകയാണ്. ഈ അച്ഛന് ഭ്രാന്താന്ന് പറയും, അല്ലേ? തന്നെ പറയുന്നുണ്ട് ഭ്രാന്താന്ന്, അല്ലേ? അച്ഛന് ഭ്രാന്താന്ന് പറയും, കാരണം കൊറോണ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴും എനിക്ക് കൊറോണ എപ്പോഴും ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റംബൂട്ടാൻ കണ്ടാൽ ഞാൻ എപ്പോഴും കൊറോണയെ ഓർക്കും. കാരണം ഏകദേശം രൂപം ആ കൊറോണയുടെ പടമല്ല റംബൂട്ടാൻ്റെ കൂട്ടിരിക്കുന്നുണ്ട്, അല്ലേ? കൊറോണയുടെ ഒരു കാണാവുന്ന ദൃശ്യം അതാണ് എൻ്റെ മനസ്സിലുള്ളത്, അല്ല നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നോഹ ചെന്ന് പ്രസംഗിക്കുകയാണ്, പ്രളയമുണ്ടാകും. പക്ഷെ ജനമൊന്നും അവനിൽ വിശ്വസിച്ചില്ല, പ്രിയമുള്ളവർ. പക്ഷെ അവൻ ദൈവം 6-ാം അധ്യായത്തിന് 22-ാം വാക്യം, ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചെന്നല്ല, അങ്ങനെ തന്നെ അവൻ ചെയ്തു.
ദൈവം ഒരു അളവ് കൊടുത്തു, 30-50 മുഴമൊക്കെ അളവ് കൊടുത്തിട്ട് നീ പെട്ടകം ഉണ്ടാക്കണം, കീല് തേക്കണം. അതിന് ഒത്തിരി അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പെട്ടകം ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്, സഭയെ സൂചിപ്പിക്കുന്നതൊക്കെയാണ്. അവൻ ദൈവം പറഞ്ഞതുപോലെ ചെയ്തെന്നല്ല എഴുതി വെച്ചിരിക്കും. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാനും അനുസരിക്കുവാനും തയ്യാറായി. ഓർത്താണ്, പ്രകടപരമായി ദൈവത്തിൽ വിശ്വസിക്കാൻ ഒന്നുമില്ലാത്ത കാലമാണ്. ഇപ്പം ദൈവം യേശു എന്ന് പറഞ്ഞ പടമുണ്ട്, കുരിശും കൂടുണ്ട്, പള്ളിയുണ്ട്, അവനെ അനുഭവിക്കാൻ വിശുദ്ധ കുർബാനയുണ്ട്. ഓർത്താണ്, ഇതൊന്നുമില്ലാത്തൊരു കാലം, ഇതൊന്നുമില്ലാത്ത കാലം. ആ കാലഘട്ടത്തിലാണ് ദൈവം പറഞ്ഞത് അതുപോലെ അവൻ അനുസരിച്ചു. അനുസരണത്തിന് വില നൽകുന്ന ദൈവം, അനുസരിക്കുന്നവരെ മാനിക്കുന്ന ദൈവം, അവരെ അനുഗ്രഹിക്കുന്ന ദൈവം. അത് തിരുവചനം ഉൽപ്പത്തി മുതൽ വെളിപാട് 22 വരെയുണ്ട്. ആരെല്ലാം ദൈവവചനത്തിൽ അനുസരിച്ചിട്ടുണ്ടോ അവരെ, അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ലയോ? പണ്ടൊക്കെ ഈ വലിയ നോയമ്പൊക്കെ എടുത്ത് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് എന്ത് പ്രയാസം ഉണ്ടായാലും നമ്മൾ ആശ്രയിക്കുന്ന എന്തിനെയാ? തിരുവചനത്തെയാ, ദൈവവചനത്തെയാ. ഇപ്പം പ്രയാസം ഉണ്ടാകുമ്പോൾ ഗൂഗിൾ അമ്മച്ചിയുടെ അടുത്ത് അടിച്ചു നോക്കും, ഹൗ ക്യാൻ ഓവർകം ദ ഒബ്സ്റ്റക്കിൾസ്, അല്ലേ? എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത്? എങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത്, ഇഡലി വെക്കുന്നത്, എങ്ങനെയാണ് ചായ ഇടുന്നത്, എങ്ങനെയാണ് കാപ്പി ഇടുന്നത്, എല്ലാം ഗൂഗിൾ പറഞ്ഞു തരും. പക്ഷെ പഴയ തലമുറ ദൈവവചനത്തിൽ ആശ്രയം വെച്ചു. ഹൃദയം പ്രയാസപ്പെട്ട് ചെല്ലുമ്പം 34 സങ്കീർത്തനടുത്ത് വായിക്കും, ഹൃദയം നുറുങ്ങിയർക്കവൻ സമീപസ്ഥനാണ്. 56 സങ്കീർത്തനം വായിക്കും, കണ്ണുനീര് പൊഴിക്കും. എന്താ? നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ദൈവവചനത്തിൽ ആരെല്ലാം അഭയം വെച്ചോ അവരുടെ തലമുറകളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പം പ്രവാസ ജീവിതത്തിൽ പോയ 4 ചെറുപ്പക്കാരുണ്ടല്ലോ. നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. എന്ത് വൃത്തികേടും കാൽച്ചുവട്ടിലെത്തുന്ന സ്ഥലമാണത്. എല്ലാം മ്ലേച്ഛതകളുടെയും സമ്മിശ്രമായ ഇടമാണ് നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരം. പക്ഷെ എന്തോ പ്രത്യേകത കൊണ്ട് ഈ 4 പേരെയും കൊട്ടാരത്തിൽ രാജാവിന് ഇഷ്ടപ്പെട്ട് കൂട്ടിയിരിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, രാജാവിന്റെ ഭോജനം കൊണ്ടും കുടിക്കുന്ന വീഞ്ഞും കൊണ്ട് ഞാൻ തന്നെത്താൻ അശുദ്ധമാകയില്ല. ഓർത്തോണം, CCTV ഇല്ല, അപ്പനും അമ്മയില്ല, ലൊക്കേഷൻ ഇല്ല, ഗൂഗിൾ മാപ്പില്ല, ഒന്നുമില്ല, ആരും നോക്കാനില്ല. പറയുകയാ, തന്നെത്താൻ ഞാൻ അശുദ്ധനാകുകയില്ല. ദാനിയേൽ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പം യെരുശലേമിന്റെ കിളിവാതിലുകൾ തുറന്നു കടന്നു. അവൻ 3 പ്രാവശ്യം നിലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിച്ചല്ലോ, ദൈവമേ, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ചാൻ കഴിയും. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുവാൻ 3 വട്ടം ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയുന്ന പോലെ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, 3 പ്രാവശ്യം മുട്ടുകുത്തി താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ പ്രാർത്ഥിച്ചു. പ്രവാസത്തിൽ വരുന്നതിന് മുമ്പ് എവിടാ ജീവിച്ചേ? എവിടാ? വീട്ടിലാണ്. വീട്ടിലാ ജീവിച്ചത്. താൻ മുമ്പ് ചെയ്തിരുന്ന പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പരിണിത ഫലമെന്താ? നോയമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നോമ്പാൽ സിംഹങ്ങൾ തൻ വായ് പൊത്തി. ദാനിയേൽ. അതുകൊണ്ട് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത്, ദാനിയേലിനൊക്കെ കൊണ്ട് സിംഹക്കൂട്ടിലിടുമ്പോഴും സിംഹം വായ അടച്ചു കളഞ്ഞു. ദൈവ നിയമങ്ങളെ അനുസരിക്കുന്നതിന് മുമ്പിൽ വന്യമൃഗങ്ങളെ പോലും വായ അടച്ചു കളഞ്ഞു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വൈകിട്ട് അറിഞ്ഞു അറിയാതെ പാടത്തില് തീച്ചൂള, സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂ, ജയിലാറ, ഈർച്ച, വാളോ മരണമോ വന്നിടട്ടെ. എന്തുകൊണ്ടാ? ദൈവവാക്യത്തിൽ, ദൈവ കൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തുവാനിടയായി. ദൈവത്തിന്റെ വാക്ക് അണുവിട വ്യത്യാസപ്പെടുത്തിയില്ല. ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. പക്ഷെ നോഹ വിളിച്ചു പറഞ്ഞിട്ട് ദേശത്തിൽ ഒരു മനുഷ്യൻ പോലും കേട്ടില്ല. നോഹയുടെ ഭാര്യയും മക്കളും ഒക്കെ കേട്ടെന്നാണ് എന്റെ വിശ്വാസം. ഭാര്യയും 3 മക്കളുടെ ഭാര്യമാരും ഒക്കെ കേട്ടു. പ്രിയമുള്ളവരെ, കാരണം ആ ഒരു ബോധ്യം എന്താ? വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാ നോഹ ഇതെല്ലാം ചെയ്തത്. ഉള്ളിൽ എത്ര പ്രതിസന്ധി പുറമെ ഉണ്ടായാലും, പുറമെ ഉള്ളതെല്ലാം തകർന്നു പോയാലും, ഉള്ളിലൊരു വിശ്വാസത്തിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കുന്നവന് ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കാൻ തയ്യാറാവും. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടി നിങ്ങളിൽ ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. എന്നെ ഏറെ ശക്തിപ്പെടുത്തിയ വാക്യമാണ്.
ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടി ഒരനുഗ്രഹവും നിങ്ങളിൽ വെച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെ വെളിച്ചം എപ്പോഴും ഓർക്കണം. വിശ്വസ്തയോടും വിശ്വാസത്തോടും നിൽക്കുന്നവന് ദൈവം വില നൽകും. പഴയ നിയമ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ലോത്തിനെയും സോദോം ഗോമോറ അവിടെ നശിപ്പിക്കാൻ പോകുമ്പോൾ ലോത്തിന് വേണ്ടി ദൈവം തീരുമാനമെടുക്കുമ്പം അബ്രഹാമിനോട് ചോദിച്ചിട്ട് ദൈവം തീരുമാനമെടുക്കുക. അതുകൊണ്ട് അവർ 50 ഉണ്ടെങ്കിൽ 40 ഉണ്ടെങ്കിൽ 30 ഉണ്ടെങ്കിൽ 20 ഉണ്ടെങ്കിൽ വിശ്വസ്തതയ്ക്കെല്ലാം വിശ്വാസത്തിനും വിശ്വസ്തതയ്ക്കും വില നൽകുന്ന ഒരു ദൈവമാണ്. നോഹയുടെ ചുറ്റുപാട് അവൻ വറുതിയുടെ നാളിൽ വെള്ളമില്ലാത്തത് വള്ളം പണിയുന്നവനോട് പറഞ്ഞു, ലോകം മുഴുവൻ ഇവന് വട്ടാണ്, പ്രാന്താണെന്നൊക്കെ പറഞ്ഞപ്പോഴും ലോകത്തിന്റെ ഗ്രാമറുകൾക്കും മനുഷ്യന്റെ ലോജിക്കിനും അപ്പുറമായി ദൈവ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ നോഹ ദൈവ പദ്ധതി അവൻ അതുപോലെ അനുസരിക്കുവാൻ തയ്യാറായി. നമ്മൾ ഓർത്തോണം, വിശ്വാസിയാണെന്ന് വിചാരിച്ച് എല്ലാം നന്മയായി വരികയില്ല. വിശ്വാസ ജീവിതത്തിന്റെ ആഴം വർദ്ധിക്കുമ്പം നേരിട്ടില്ലാത്ത ദുരന്തങ്ങളിൽ കൂടി, ദുരിതങ്ങളിൽ കൂടി, തകർച്ചകളിൽ കൂടി തമ്പുരാൻ നമ്മളെ കടത്തിവിടും. അതുകൊണ്ടാണ് യോ പറഞ്ഞത്, നീ എന്നെ ശോധന ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. വിശ്വാസ ജീവിതത്തിന് ആഴം വർദ്ധിക്കുമ്പം അതുകൊണ്ട് ഈ സങ്കടപ്പെടുന്നത് കൂടുതലും. അതുകൊണ്ട് ഈ കരയുന്നത്, എന്റെ അച്ഛൻ ഞാൻ ആർക്കും ഉപദ്രവം ചെയ്തിട്ടില്ല, എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകും, വെള്ളിയാഴ്ച ഉപവാസം, ബുധനാഴ്ച ഉപവാസം, 50 നോയമ്പെടുക്കും, ദശാംശം കൊടുക്കും, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തിട്ടുണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് അച്ചോ. പക്ഷെ എനിക്ക് എന്നും ദുരിതവും കഷ്ടകാലത്തിന്റെ പെരുമഴക്കാലമാണ്. അച്ഛാ അപ്പുറത്ത് നോക്കി, അവർക്ക് ഒരു പ്രശ്നമില്ല, പള്ളിയില്ല, പട്ടക്കാലില്ല, ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, തോതി പോലെ ജീവിക്കുകയാണ്. ഇതിന്റെ ഉത്തരമാ പറയുന്നത്. വിശ്വാസത്തിന്റെ ആഴം കൂടുമ്പം പ്രതിസന്ധികൾ ഉണ്ടാകും, തകർച്ചകൾ ഉണ്ടാകും, രോഗമുണ്ടാകും, പരിഹാസവും ആക്ഷേപവും നിന്ദയും എല്ലാം ഉണ്ടാകും. പക്ഷേ അത് ഈ ലോകത്തിലാണ്. ഇതിന്റെ അപ്പുറത്തേക്ക്, ഇതെല്ലാം ഏൽക്കുന്നവർക്ക് അപ്പുറത്തേക്ക് ദൈവം വലിയൊരു സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. നോഹ അതിൽ വിശ്വസിക്കുവാൻ തയ്യാറായി. അതാണ് ഭക്തകവിയായ പൂന്താനം, വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടായി, ആ മകൻ മരിച്ചുപോയി. 1-ാം ജന്മദിനത്തിനന്ന് വാർദ്ധക്യത്തിലുണ്ടായ ഏക മകൻ മരിച്ചു. എന്നും അമ്പലത്തിൽ പാട്ട് പാടുന്നവനാണ്. ആരോ ചെന്ന് പറഞ്ഞു, നിന്റെ ദൈവവിശ്വാസമൊക്കെ പോയി, നിന്റെ കുഞ്ഞ് 1-ാമത്തെ വയസ്സിൽ നിന്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ അമ്പലത്തിൽ ചെന്നിട്ട് പാടി, ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ എന്തിനാണ്. എന്തൊരു ദൈവബോധമാ! വാർദ്ധക്യത്തിൽ ജനിച്ച ഒരു മകൻ, അവൻ 1-ാം ജന്മദിനത്തിന് അവൻ മരിക്കുമ്പം ഇത്രയും ദൈവത്തോട് പാടി എന്നും അമ്പലത്തിൽ പോയി പാടുന്ന മനുഷ്യൻ, ഭക്തകവി പൂന്താനം, മകൻ മരിച്ചെന്ന് പറയുമ്പോൾ അദ്ദേഹം പാടുകയാ, ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ദൈവം ഉള്ളിലുള്ളപ്പം പുറമേ എന്തിനാണ് എനിക്ക് ഉണ്ണികൾ. ദൈവവിശ്വാസമുള്ളവർക്ക്, ദൈവവചനത്തിൽ വിശ്വാസമുള്ളവർക്ക്, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവം വിലയിടും, അവന്റെ തലമുറയുടെ മേൽ വിലയിടും. നമ്മളൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത് ദൈവവചനത്തിൽ നിന്ന് ദൈവം മാത്രം ആനന്ദമായി അണുവിട മാറാതെ ജീവിച്ചൊരു തലമുറയാണ്. ഈ ദൈവവചനത്തിനൊത്ത് ജീവിച്ചൊരു തലമുറയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് തലമുറയുടെ മേൽ വീടും പത്രാസും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജൂൺ ജൂലൈ ആകുമ്പോ പെരുമഴക്കാലത്ത് 7-8 മക്കളെയും ചേർത്ത് പിടിച്ച്, മഴ പെയ്യുമ്പോ ഇടിവെല്ലുമ്പോ കൊല്ലിയാൻ മിന്നുമ്പം മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് ഒരു ഷീറ്റ് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് മാറോട് ചേർത്ത് പിടിച്ച് കരഞ്ഞ കാലമില്ലേ? വാട്ടക്കപ്പ അടപ്പ വെച്ചിട്ട് ഒരു പച്ചമുളക് ഒരു ചുമന്നൊളിച്ച് എണ്ണ ഒഴിച്ച് 8 പിള്ളേർക്ക് അത് കൊടുത്ത് സ്കൂളിൽ വിട്ടിന് കാലമില്ലേ? ഒരു നല്ല ഭക്ഷണം കഴിക്കുവാൻ, നല്ല വസ്ത്രമിടുവാൻ, നല്ലൊരു വാഹനം, നല്ലൊരു കട്ടിൽ, ഒരു പായ വാങ്ങിക്കുവാൻ, കീറിപ്പറഞ്ഞ തഴപ്പ, അത് വീണ്ടും അയ്യത്ത് കിടക്കുന്ന കൈത വെട്ടിക്കൊണ്ടുവന്ന് അത് 2 സൈഡിലെ മുള്ളു കീറി നടുക്കൂടെ കീറിയിട്ട് ഉണക്കി വെച്ച് അത് വീണ്ടും അതിന്റെ ഇടയ്ക്കോട്ട് ചേർത്ത് വെച്ച് അതിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചില്ലേ? അവിടെ എല്ലാം ദൈവം മാത്രമായിരുന്നു ആനന്ദം. പക്ഷെ നമുക്കിന്ന് ലോകത്തിന്റെ ആനന്ദം വന്നപ്പം ദൈവം എന്നുള്ള ആനന്ദം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ജീവിതത്തിന്റെ ആനന്ദവും സമാധാനവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. 2 ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തി. 5 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. 3, വെള്ളപ്പൊക്കം ഉണ്ടായി, മഴ പെയ്തു, ആഴിയുടെ ഉറവുകൾ ദൈവം തുറന്നു. എത്ര ദിവസം മഴ പെയ്തു?
40 രാവും 40 പകലും മഴ പെയ്യും. നോഹയും ഭാര്യയും 3 പിള്ളേരും ഭാര്യമാരും ശുദ്ധിയുള്ള മൃഗങ്ങളെ ഓരോന്ന് ഈ 2 വെച്ചും അശുദ്ധിയുള്ള മൃഗങ്ങളെ എല്ലാം കൂടെ ദൈവം പറഞ്ഞനുസരിച്ച് എല്ലാത്തിനും കൂടെ പെട്ടകത്തിൽ കയറ്റി. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. മഴ പെയ്ത് പൊങ്ങി. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴത്തിന് മുകളിൽ വെള്ളമുയർന്നു. ആ പെട്ടകത്തിനകത്തുള്ളതൊഴിച്ച് ബാക്കി ഭൂമിയിലെ സർവചരാചരങ്ങൾ, മനുഷ്യനും മൃഗവും സസ്യലതാദികളും മുഴുവൻ നശിച്ചുപോയി ജലപ്രളയം കൊണ്ട്. കാരണം മനുഷ്യന്റെ ദുഷ്ടത വലുതെന്ന് കണ്ടിട്ട് പാപത്തിന്റെ ഒരു കണിക പോലും ആ ഭൂമിയിൽ ശേഷിപ്പിക്കാതെ ദൈവം വെള്ളത്താൽ മുഴുവൻ തുടച്ചു നീക്കി. നമ്മുടെ ടൈലിൽ ചായ വീണാല് ടിഷ്യൂ പേപ്പറും കൊണ്ടൊക്കെ തുടച്ചാൽ, തുണിയും കൊണ്ട് തുടച്ചാൽ പിന്നെയും കറ കിടക്കും അല്ലേ? പക്ഷെ വെള്ളമിട്ട് കഴുകിയാലോ ഒരു തുള്ളി, ഒരു കണിക കാണത്തില്ല. അത്രമാത്രം പാപത്തിൽ തഴപ്പിച്ചു പോയ ജനത്തിന്റെ പാപം ദൈവം വെള്ളപ്പൊക്കത്താണ്. അതുകൊണ്ട് വെള്ളം ഉപയോഗിച്ച് മുഴുവൻ തകർത്ത് കളഞ്ഞു. മലങ്കാക്കകൾ ശവം കൊത്തിപ്പറിച്ചു. പ്രളയജലം പതഞ്ഞുയർന്ന് സർവ്വതിനെ നശിപ്പിച്ചു. പക്ഷെ നോഹയും ഭാര്യയും പിള്ളേരും അവര് മാത്രം രക്ഷപ്പെട്ടു. ഭൂമിയിൽ ഒന്നുമില്ല. 2018 ഇത്ര വരെ വെള്ളം വന്നപ്പോൾ നമ്മൾ എത്ര ഭാരപ്പെട്ടു അല്ലേ? പക്ഷേ പർവ്വതങ്ങൾക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാ പറഞ്ഞു. ഇനിയും മനുഷ്യനും മൃഗങ്ങളും അതിന്റെ അവിടെ വരെ ഒരു മരം പോലും ഇല്ലല്ലോ, മുഴുവൻ ചത്തു. മലങ്കാക്ക ശവങ്ങൾ ഒഴുകി നടന്നു. അങ്ങനെ ഒരു ഭൂമിയിൽ നോഹയും കൂട്ടരും ഒഴുകി നടന്ന് 10-ാം മാസമൊക്കെ കഴിഞ്ഞപ്പം ഒരു കാക്കയെ വിട്ട്, കാക്ക പോയി വന്നൊക്കെ നിന്നു. ഒരു പ്രാവിനെ വിട്ടു, പ്രാവും പോയിട്ട് വന്ന് നിലത്ത് കാല് കുത്താൻ പറ്റാതെ തിരിച്ചു വന്നു. വീണ്ടും ഒരു പ്രാവിനെ വിട്ടപ്പോൾ ആ പ്രാവ്, വ്യാഴാഴ്ച രാത്രി നമസ്കാരത്തിലുണ്ട്, പ്രാവിനെ വിട്ടു പുലരിയില പ്രളയത്തെ നിലയറിയാൻ നോഹ എന്ന് പറയുന്ന പാട്ടുണ്ട്. പ്രാവ് ഒരു ചെറിയ ഇലയും കൊത്തിക്കൊണ്ട് വന്നു. ഇല കൊത്തിക്കൊണ്ട് വന്നപ്പം, വാച്ച നോക്കണ്ട കേട്ടോ, ഞാൻ 5 മിനിറ്റ് നിർത്തും. ഇല കൊത്തിക്കൊണ്ട് വന്നപ്പം എന്താ സംഭവിച്ചത്? നോഹയ്ക്ക് മനസ്സിലായി എന്തില്ല, വെള്ളമെല്ലാം വറ്റി ചെറിയ നാമ്പുകൾ ഭൂമിയിൽ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടകം വന്ന് അരാറാത്ത് പർവ്വതത്തിന് മുകളിൽ ഉറച്ചു. ദൈവത്തിന്റെ എന്തൊരു കാഴ്ചപ്പാടെന്ന് ഓർത്തോണം. പർവ്വതത്തിന്റെ മുകളിൽ പെട്ടകം ഉറച്ചു. മൂന്നാമത് ഞാൻ ശ്രദ്ധിച്ച വാക്കു പറയുന്നത്, കൃപ ലഭിക്കേണ്ട മൂന്നാമത്തെ കാരണം, ആഘോഷങ്ങൾക്കിടയിലും ആരാധനയിൽ അഭയപ്പെട്ടവനാണ് നോഹ. നോഹ എന്തിനാ ഈ ശുദ്ധിയുള്ള മൃഗങ്ങളെ അതിനകത്ത് കയറ്റിയെന്നറിയാം? എന്തോയിനാ? ബലി അർപ്പിക്കാൻ തക്കവണമാണ്. പെട്ടകത്തിൽ പോകുമ്പോഴും ബലി അർപ്പിക്കാൻ തക്കവണമാണ്. യൂത്തിന്റെ ചുമതലയുള്ളതുകൊണ്ട് നമ്മുടെ സ്തെഫാനോസ് തിരുമേനി ലണ്ടനിലൊക്കെ ഒരു ഫോമൊക്കെ വെച്ച് പോകുന്ന പിള്ളേരെല്ലാം നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ യുവാക്കൾ മുഴുവൻ. അവൻ കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരുത്തനെ വിളിച്ചുടാ, നീ പോകുന്ന ഇന്ന സ്ഥലത്ത് പള്ളിയുണ്ട്, എടുക്കുകയുമായി പറയാം. എൻ്റെ അച്ഛാ, ഇവിടുത്തെ ശല്യം സഹിക്കാൻ വന്നിട്ട് അവിടെ പള്ളിയും ഒന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ നോഹ എന്താ ചെയ്തതെന്നറിയാമോ? ഈ പെട്ടകത്തിനകത്ത് 1 വർഷക്കാലം മനുഷ്യനും മൃഗവും എല്ലാം കൂടെ ഒരുമിച്ച് താമസിച്ചു. പെട്ടകം ഉറച്ചു. പെട്ടകത്തിന്റെ വാതിൽ ദൈവം തുറന്നു. വാതിൽ തുറന്നപ്പം ഭാര്യയും 3 പിള്ളേർ, അവരുടെ ഭാര്യമാരും പിള്ളേരും മൃഗം എല്ലാം കൂടെ ഒറ്റ ഓട്ടം കൊടുത്തു, അവരുടെ വഴിക്കങ്ങ് പോയി. പക്ഷെ നോഹ എന്ത് ചെയ്യുന്നറിയാമോ? 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാം ദൈവം നോഹയെ ഓർത്തു എന്ന് പറഞ്ഞാൽ ഹി വാസ് ഇൻ ദ മെമ്മറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്മൃതിപദങ്ങളിൽ. ലോകം മുഴുവൻ തകർന്നു പോയപ്പോഴും ദൈവത്തിന്റെ സ്മൃതിപദങ്ങളിൽ ഒരാളുടെ പേരുണ്ട്. ആരുടെയാ? നോഹയെ ദൈവം ഓർത്തു. അവനാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത്, ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. 1 ഏക്കർ റബ്ബറും തോട്ടം കൊണ്ടോ 1 ഏക്കർ തെങ്ങും തോട്ടം കൊണ്ടോ 50 ലക്ഷം കൊശമറ്റത്ത് കിടക്കുന്നുണ്ടോ, മുത്തൂറ്റി കിടക്കുന്നുണ്ടോ, SPT കിടക്കുന്നുണ്ടോ ഓർക്കണമേ എന്നല്ല. ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. 65 ലക്ഷം പേര് ഈ ഭൂലോകത്ത് നിന്ന് മാറ്റപ്പെട്ട കൊറോണയുടെ കാലഘട്ടത്തിൽ ദൈവം ഓർത്തട്ട ദൈവത്തിന്റെ കരുണയോടെ അവിടെ ഇരിക്കുന്നത്.
5 കൊറോണക്കാരെ അടക്കി 2 പ്രാവശ്യം കൊറോണ വന്നവനാണ് ഞാൻ. ദൈവത്തിന്റെ കരുണയാത്, ദൈവത്തിന്റെ കരുണ. ദൈവം നോഹയെ ഓർത്തു. നോഹ എന്താ ചെയ്തത്? പെട്ടകം തുറന്നിട്ട് അവൻ കാല് കുത്തിയപ്പം, കാല് ഭൂമിയിലേക്ക് കുത്തി അവൻ ദൈവത്തിന് യാഗപീഠം പണിതു. നോഹ ദൈവത്തിന് യാഗപീഠം പണിതു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു യാഗത്തിന്റെ പരിമളം. ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, യാഗത്തിന്റെ പരിമളം ദൈവം മണത്തിട്ട് പറഞ്ഞു, ഇനിയും മനുഷ്യൻ മുഖാന്തരം ഞാൻ ഈ ഭൂമിയെ ശപിക്കുകയില്ല. ഇനിയും പ്രളയം കൊണ്ട് ഈ ഭൂമിയെ ശപിക്കുകയില്ല. ഇനി ഭൂമിക്ക് ശാപമില്ല, പ്രളയമുണ്ടാകുകയില്ല. നോഹയുടെ ആരാധനയുടെ സൗരഭ്യം ദൈവം മണത്തിട്ട് പറയുകയാണ്. ഞാൻ ഇവിടെ വൈകിട്ട് ചൊല്ലിയത്, സന്ധ്യാസമയത്തെ യാഗം പോലെ കൈക്കൊള്ളണമേ അവന്റെ ആരാധന. കാരണം പ്രളയാനന്തരം മുഴുവൻ നശിച്ചു പോയപ്പോഴും തന്നെ ഓർത്ത, തന്നെയും കുടുംബത്തെ ഓർത്ത എന്ന് എബ്രായലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോഹ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിതു, യാഗപീഠം പണിതു. തന്നെ ഓർത്ത ദൈവത്തെ നോഹ മറന്നില്ല. പക്ഷേ നോഹയെ ഓർത്ത ദൈവത്തെ ആരും മറന്നില്ല, നോഹയും മറന്നില്ല. അവൻ ദൈവത്തിന് യാഗപീഠം പണിതു. യാഗപീഠത്തിൽ പ്രളയാനന്തരം അവശേഷിച്ച ഏക കുടുംബം ആരുടെ കുടുംബമാണ്? നോഹയുടെ കുടുംബം. എന്തുകൊണ്ടാണ് ഞാൻ ആഘോഷങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞത്? പെട്ടകം തുറന്നപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാം ഇറങ്ങി അവരുടെ വഴിക്ക് പോയി. എന്റെ വിചാരമാണ് അങ്ങനെ, മൊത്തം അവരുടെ വഴിക്ക് പോയി. പക്ഷെ നോഹ മാത്രം ഇറങ്ങി കാലുകുത്തി അവൻ യാഗപീഠമാണ് പണിത്. ആദ്യം ഭൂമിയിൽ കാലുകുത്തി യാഗപീഠം പണിതു. ആ യാഗത്തിലാ ദൈവം പ്രീതിപ്പെട്ടത്. ആകാശത്ത് മഴയും മഞ്ഞും മഴവില്ലും, മഞ്ഞും മഴയൊക്കെ ഗീവർഗീസയുടെ പെരുന്നാളിൽ മധ്യസ്ഥ പ്രാർത്ഥന, തക്ക സമയത്ത് ഗീവർഗീസതയുടെ മധ്യസ്ഥതയാൽ മഴയും മഞ്ഞും ഒക്കെ നൽകണമേ. ആരുടെ കാലത്തുണ്ടായതാ? നോഹയുടെ ജീവിതം കണ്ടുകൊണ്ട് ദൈവം ക്രമപ്പെടുത്തിയതാ. ഭൂമിയെ മാത്രമല്ല, ദുഃഖിച്ച ദൈവത്തിന് പോലും ആശ്വാസമാകുവാൻ നോഹയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ദൈവം ദുഃഖിച്ച ലോകത്തിൽ അപ്പൻ ഇത്ര ഉദ്ദേശിച്ചുള്ളൂ, ഇവൻ നമുക്ക് ആശ്വാസമാണ് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അവന്റെ ജീവിതം ലോകത്തിന്റെ ക്രമം കണ്ട് ദുഃഖിച്ച ദൈവത്തിന് പോലും ആശ്വാസമായി നോഹയ്ക്ക് സാധിച്ചു. ലോകത്തെയും പ്രകൃതിയെയും രൂപാന്തരപ്പെടുത്താൻ ആർക്ക് സാധിച്ചു? നോഹയ്ക്ക് സാധിച്ചു. ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കുക. അച്ഛന്മാരെല്ലാം ചെല്ലുമ്പോൾ യൂത്തിന്റെ ചുമതല ഉള്ളതുകൊണ്ട് പറയാം, എൻ്റെ അച്ഛ ഒരൊറ്റ ഒരെണ്ണം പള്ളിയിൽ കയറുന്നില്ല. സത്യം, ഇവിടെ ഒന്നും ഇരിപ്പില്ല. കൊറോണ സമയത്ത് പെട്ടകത്തിലെ പോലെ കയറിയിരുന്ന നമ്മളല്ലേ, നല്ല രസമായിരുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ചും പിള്ളേരും എല്ലാം കൂടെ ഒരുമിച്ച്, വീടുകളൊക്കെ ഭംഗിയായി. അമ്മമ്മമാരെല്ലാം കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. അതുകൊണ്ട് ഒരു ബേക്കറികൾ പൂട്ടുണ്ടാവും, എല്ലാവരും കേക്ക് ഉണ്ടാക്കി വീട്ടിൽ. പിള്ളേരെല്ലാം കുപ്പിയിലൊക്കെ പെയിന്റ് അടിക്കാൻ പഠിച്ചു. ബൊഗൈൻവില്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ഗാർഡൻ ഉണ്ടായത് കൊറോണ കാലത്താണ്. വീടുകളിലെല്ലാം ചെടിയുണ്ട്, ചെടിച്ചട്ടി എല്ലാം ചുമന്ന പെയിന്റൊക്കെ അടിച്ചു വെച്ചു, ഭംഗിയായി. പക്ഷെ ഞാൻ പറയും, ഏറ്റവും നല്ല ആരാധന നടന്ന കല്യാണം, ശവോടൊക്കെ, മാമോദീസ ശുശ്രൂഷകൾ നടന്ന കാലം കൊറോണ കാലമാണ്. കാരണം എന്താ? വൈകിട്ടാകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോ, സഭാംഗം വീണ ജോർജ് ആരോഗ്യമന്ത്രിയെ പറയും, ശൈലജ ടീച്ചറെ പറയും, അടുത്ത ആഴ്ച 50 പേർക്ക് പള്ളിയിൽ കയറാം. അന്നേരം മോൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. വികാരി അച്ഛനെ വിളിച്ചു, അച്ഛോ മോൻ ഒരേ ഒരു നിർബന്ധം, അച്ഛൻ തന്നെ കെട്ടിക്കണം, ചുമ്മാതാ, കൊറോണ ആയോണ്ടാ. എന്നിട്ട് മുൻ വികാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി, അച്ഛൻ വരണ്ട. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 20, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് 20, ക്യാമറക്കാർ 7 പേര്, 4 പേര്, കൊയറുകാർ 4 പേര്, 50 പേരെ ഉള്ളൂ. അല്ലെങ്കിൽ ഈ അടുത്ത ജനുവരി വരെ മെത്രാച്ചന്മാരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല ട്യൂണുള്ള അച്ഛൻ, ഇവിടെ ഇരിക്കുന്ന അച്ഛൻ പൊട്ടനായതുകൊണ്ട് ട്യൂണുള്ള അച്ഛൻ വേണം. ഞങ്ങളെല്ലാം ഉദ്ദേശിച്ച ഈ പറയുന്നത്, ഞങ്ങളെല്ലാം പൊട്ടന്മാരായിട്ട് ട്യൂണുള്ള അച്ഛൻ, മനോഹരമായ ശബ്ദം, മനോഹരമായ ഹൂത്തോമ, മനോഹരമായ പ്രസംഗം, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങ് വേർതിരിച്ച് കുറേ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കുറേ പേര്. അവരെല്ലാം വിളിച്ചിങ്ങനെ ബുക്ക് ചെയ്ത് 10 അച്ഛന്മാരെ ഇങ്ങനെ കൊണ്ട് നിരത്തിയൊക്കെ നിർത്തും. എൻ്റെ മോൻ്റെ കല്യാണത്തിൽ അടിപൊളി കൊയർ. കല്യാണം കഴിഞ്ഞ് ഈ പെണ്ണിനെ ചെറുക്കനയുടെ കുറേ പ്രാന്തന്മാരെല്ലാം അങ്ങനെ തുള്ളി ചെണ്ട കൊട്ടിച്ച് ഒട്ടകത്തിൻ്റെ മണ്ടയ്ക്ക്, കുതിരയുടെ മണ്ടയ്ക്ക്, പേപ്പട്ടിയുടെ മണ്ടയ്ക്ക് വെച്ച് ഓഡിറ്റോറിയം വരെ കൊണ്ടുപോകും. 600-700 രൂപയുടെ പ്ലേറ്റിലുള്ള തീറ്റയായിരുന്നു. പക്ഷേ എല്ലാത്തിനും ചിക്കൻ കഴിക്കാൻ വയ്യ, ബീഫ് കഴിക്കാൻ വയ്യ. പക്ഷേ 700 രൂപയുടെ പ്ലേറ്റിലൊക്കെ ശരിക്കും നമ്മൾ ഇത്ര വേസ്റ്റ് ചെയ്തു. 40 കോടി ജനം പട്ടിണി കിടക്കുന്നിടത്ത്
ഭക്ഷണം വേസ്റ്റ് ചെയ്തു അല്ലെ? ഓഡിറ്റോറിയം മുഴുവൻ ലക്ഷങ്ങൾ പഠിച്ച് കല്യാണം നടത്തിയാണ് കൊറോണയ്ക്ക് മുമ്പ്. പക്ഷെ പള്ളി 10,000 രൂപ കൊടുക്കണം ചെറുക്കൻ്റെ വരുമാനം. അവിടെ വരുമ്പോഴത്തേന് അച്ഛാ അത്രയും വേണോ അച്ഛാ? 10,000 വേണോ അച്ഛാ? പക്ഷേ ഓഡിറ്റോറിയത്തിൽ അരമുറിയിട്ട പെണ്ണിന് 25,000 രൂപ കൊടുക്കാം. ഓഡിറ്റോറിയം ഭംഗിയാണെങ്കിൽ ഇതുപോലെ വീണ്ടും ഇത് മൊത്തം ഇട്ട് കെട്ടിയേക്കുന്നതിന് കൊടുക്കാം ലക്ഷങ്ങൾ. അരമണിക്കൂറത്തേക്ക് സ്റ്റേജിന് 1-1.5 ലക്ഷം കൊടുക്കാം. പക്ഷെ പള്ളിക്ക് ഒരു 10,000 കൊടുക്കാൻ പറയുമ്പം അച്ഛാ അത്രയും വേണോ അച്ഛാ? പ്രാധാന്യം കൊടുക്കേണ്ടതിന് നമ്മൾ കൊടുക്കത്തില്ല. തലേദിവസം മുഴുവൻ ആഘോഷങ്ങളും പാർട്ടി, അമ്മയുടെ പാർട്ടി, അപ്പന്റെ പാർട്ടി, ആങ്ങളുടെ പാർട്ടി, പെങ്ങളുടെ പാർട്ടി, മുഴുവൻ പാർട്ടി, വെളുപ്പിനെ വരെ പാർട്ടിയാണ്. ഞങ്ങളുടെയൊക്കെ ഉൾപ്പെടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്നത് കേട്ടോ, നിങ്ങളുടെ ഒന്നും ഞങ്ങളുടെ വീടുകളിലെ കാര്യം പറയുന്നത് മുഴുവൻ പാർട്ടിയാണ്. പക്ഷെ കൊറോണ വന്നു. സത്യം, ചെറുക്കൻ പ്രാർത്ഥിച്ചു പെണ്ണ് തുമ്മല്ലേ, പെണ്ണ് പ്രാർത്ഥിച്ചു ചെറുക്കൻ ചുമക്കല്ലേ, അപ്പനും അമ്മയും കൂടെ ശരിക്ക് പ്രാർത്ഥിച്ചു 51ാമത് ഒരെണ്ണം കാണല്ലേ. കാരണം ആരോഗ്യവകുപ്പ് 25,000 രൂപ ഫൈൻ അടിക്കും. ഈ ചിക്കനും ഇല്ല, ബീഫും ഇല്ല, മട്ടനും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഒന്നുമില്ല. ഒരു പൊതിയും കൊടുത്ത് അവനെ വീട്ടിൽ പോയിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. മനോഹരമായ കല്യാണം. കരഞ്ഞു പ്രാർത്ഥിച്ചു. മാമോദീസ ശവോടക്കാളുടെ എത്ര പേര് കരഞ്ഞു, ഉറ്റവരെ ഉടവരെന്ന് കാണാൻ പറ്റാതെ. അല്ലെങ്കിൽ എന്തൊരാഘോഷമാണ്, എല്ലാം കൂടെ കറുത്തതിട്ട്. എന്നാ ഇതൊക്കെ പഠിച്ചത്? കറുത്തതിടാൻ. മരിക്കുമ്പോൾ കറുത്ത ചുരിദാർ, കറുത്ത സാരി, കറുത്ത മുണ്ട്, കറുത്ത പാൻറ്, കറുത്ത ഷർട്ട്, മെത്രാപ്പോലിത്ത, റോഡിലും അയ്യത്തും എല്ലാം ഫ്ലെക്സ്, ഞങ്ങളുടെ അപ്പച്ചൻ ആദരാഞ്ജലികൾ. ഇതെന്തോ ഇട്ടാലും എന്തോ ആരടക്കിയാലും വിധിച്ചിട്ടുള്ള അനുസരിച്ച് മേപ്പോട്ട് പോകത്തുള്ളൂ. നന്മ ചെയ്തിട്ടുണ്ടോ ദൈവം മേപ്പോട്ട് കൊണ്ടു, ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ നടന്നൊരു കാലം, ഞാൻ അതിനാ പറഞ്ഞത്. ഇങ്ങനെ നടന്നിട്ട് ഇപ്പൊ കൊറോണ വന്നപ്പോൾ ഏറ്റവും ഭംഗിയ കാലമായിരുന്നു. കൊറോണ കഴിഞ്ഞു, നമ്മൾ ഒരു ഇതെല്ലാം കുറഞ്ഞെന്ന്. എല്ലാ നിബന്ധനകളും മാറ്റിയപ്പം പണ്ടത്തേനെക്കാട്ടി പിന്നത്തേതായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ ഒരുമിച്ച് പെട്ടകത്തിരുന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ജീവിച്ച മൃഗവും മനുഷ്യനും എല്ലാം കൂടെ പെട്ടകം തുറന്നപ്പം ഭൂമി എല്ലാം ശരിയാണെന്ന് കണ്ടപ്പം ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ അവരുടെ വഴിക്ക് പോയി. പക്ഷെ ഇപ്പോഴും ഈ പ്രായത്തിലുള്ള അപ്പച്ചനും അമ്മച്ചിമാരും ഇപ്പോഴും അധികാലത്ത് ദേവാലയത്തിൽ വരുന്നത്. 90% പ്രായമുള്ളവരാണ് വരുന്നത്. 50 വയസ്സിന് മേലുള്ളവരാണ് വരുന്നത്. സമയത്ത് കാലത്ത് അതിരാവിലെ എണ്ണിച്ചു വരും. പള്ളി പിള്ളേരില്ല. പിള്ളേർ പറയുന്നത് വെച്ചാൽ എല്ലായിടവും ദൈവം ഉണ്ടല്ലോ, എല്ലായിടവും ദൈവമുണ്ട്, എല്ലായിടവും ദൈവീകമല്ല. കാരണം ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞു, എന്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലമാണിത്. ശലോമോൻ പ്രാർത്ഥിച്ച പറഞ്ഞു, നീ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ ചെവി തുറന്നിരിക്കും, കണ്ണു തുറന്നിരിക്കും. നീ കഴിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഇവിടെ ഉത്തരവുണ്ടാവും. അതിലുപരി ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ആഘോഷിക്കുന്ന ഏക ഇടം നമ്മുടെ ബലിപീഠമാണ് പ്രിയമുള്ളവര്. അവൻ പറഞ്ഞു, ഞാൻ ഇനി വരുന്നത് വരെ നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ. എന്തുവാ ചെയ്യേണ്ടത്? അവന്റെ മനുഷ്യാവതാരം, ജനനം മുതൽ മരണം, അവന്റെ പുനരുദ്ധാനം, അവന്റെ രണ്ടാമത്തെ വരവ് വരെ ആഘോഷിക്കുന്ന ഈ പരിശുദ്ധ ബലിപീഠമാണ്. അതുകൊണ്ട് ദേവാലയത്തെ മറന്നു പോകരുത്. ദേവാലയത്തെ ഓർത്തതുകൊണ്ട് ഈ കല്ലട പള്ളി ഈ ദേശത്ത് ഉയർന്നത് കൊണ്ടാണ് ഭവനങ്ങൾ ഉയർന്നത്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മൾ ദേവാലയത്തെയും ദൈവത്തെയും മാതാപിതാക്കളൊക്കെ മറന്ന് ജീവിക്കുമ്പം തകർച്ച ഉണ്ടാകും. ഇത് ശാപമൊന്നുമല്ല, തകർച്ചയുടെ പാരമ്യത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. നോഹ ദൈവത്തെ ഓർത്തു, ദൈവം അവനെ ഓർത്തു. അവൻ ലോകത്തിന് തന്നെ പുതിയ പ്രളയാനത്തിനുണ്ടായ തലമുറയ്ക്ക് അവനാണ് പുതിയ തലമുറ. 2 തലമുറകളെ തമ്മിൽ ബന്ധിപ്പിച്ചു. ആദത്തിന് കിട്ടാത്ത അനുഗ്രഹം നോഹയ്ക്ക് കൊടുത്തു. ഓർത്ത് നോക്കി, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ട് നോഹയ്ക്ക് കൃപ ലഭിച്ചു. 3 കാരണം ഞാൻ പറഞ്ഞത്. 1, അധപ്പതിച്ച ലോകത്തിലെ ആത്മാവബോധം, ഞാൻ ആരാണെന്നുള്ള ബോധം, എൻ്റെ നിയോഗം, എൻ്റെ വിളി. 2, ദൈവകൽപ്പനകളിൽ ആനന്ദം. ഇഷ്ടം പോലെ ആനന്ദത്തിൻ്റെ വഴികളുണ്ട്. ദൈവവാക്ക്, ദൈവവചനം അതേപടി അനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറായി, വിശ്വാസത്തിൽ വിശ്വസ്തതയും. 3, ആഘോഷങ്ങളുടെ നടുവിലും ആരാധനയിൽ അഭയപ്പെട്ടു. നമ്മൾ വിചാരിക്കും ഒരാൾ വിചാരിച്ച് എന്ത് ചെയ്യാനാണ്? ഒരാളെ പ്രതി, അപ്പൻ ആശ്വാസമാണെന്ന് പറഞ്ഞൊരു മകനെ പ്രതിയാണ് ലോക പ്രകൃതിയെപ്പോലും ദൈവം രൂപപ്പെടുത്തി.